السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الذي بعث في الأميين رسولا يتلو عليهم آيات الله ويزكيهم ويعلمهم الكتاب والحكمة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا وأفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമാദരണീയനായ സയ്യിദ് ഉമർ അലി തങ്ങൾ, മുസ്തഫ ബാഖവി, അബ്ബാസ് ഫൈസി, സഈദ് ദാരിമി, സലാം മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മാഹിരി, ഷിബിലി അൻവരി, ഹിബത്തുള്ള മുസ്ലിയാർ, വേദിയിലും പുറത്തുമെന്ന് കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ വ്യാഴാഴ്ച രാവിലെ പ്രകാശത്തെ പടച്ച ബുധനാഴ്ച ദിവസം അസ്തമിച്ച് വ്യാഴാഴ്ച രാവിലേക്ക് പ്രവേശിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനത്തിന്റെ ഈ മലർവാടിയിൽ ഒരുമിച്ചുകൂടി മഹാരഥന്മാരായ ബദരീങ്ങളെ
തവസ്സുലാക്കിക്കൊണ്ട് വലിയ ഒരു ഇബാദത്ത് കഴിഞ്ഞ് സയ്യിദ് മാനൂത്തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നലകളിൽ ബഹുമാന്യരായ അൻവർ ഹുദവിയും അതുപോലെ ഫഖ്റുദ്ദീൻ തങ്ങളുമൊക്കെ പല വിഷയങ്ങളെ സംബന്ധിച്ചും നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അല്ലാഹു ഈമാനോടുകൂടി മരണപ്പെടുന്ന സാലിഹീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും നമ്മുടെ കടങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പടച്ചതമ്പുരാൻ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റുകയും ശാന്തിയും സമാധാനവുമുള്ള നല്ല ജീവിതം അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു ആമുഖ പ്രസംഗത്തിനും വിശദമായ വിശദീകരണങ്ങൾക്കൊന്നും സമയമില്ല. ബഹുമാനപ്പെട്ട മാനൂത്തങ്ങൾ നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 10:15 കഴിയുമ്പോൾ വരുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ സന്താനങ്ങളല്ല, നമ്മുടെ സൗഭാഗ്യങ്ങളല്ല, നമ്മുടെ സമ്പത്തല്ല, നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പദവികളല്ല, പത്രാസല്ല, പ്രശസ്തിയല്ല, പ്രസിദ്ധിയല്ല. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള യാതൊരു നിലയിലുള്ള അധികാരങ്ങളോ ആസ്വാദനങ്ങളോ ഒന്നുമല്ല. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായി പരിശുദ്ധമായ ഖുർആനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനങ്ങളും മഹാരഥന്മാരായ നമ്മുടെ ഇമാമിങ്ങളുടെ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമെന്നത് അവന്റെ അനുഗ്രഹങ്ങളെ ആവോളം ആസ്വദിച്ചുകൊണ്ട് അവനോട് നന്ദികേട് കാണിക്കുന്ന ധിക്കാരിയായ ഒരു സത്യനിഷേധിയായി അല്ലാഹു നമ്മളെ മാറ്റാതെ ഈമാൻ സ്വീകരിക്കാൻ പാകപ്പെടുത്തപ്പെട്ട നിലയിൽ പടച്ചതമ്പുരാൻ നമുക്ക് ഹിദായത്ത് നൽകി എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യമായി നാം മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഏതൊക്കെയോ ബഹുദൈവ ആരാധനകളുടെ പിന്നാലെ പരക്കം പാഞ്ഞു പോകാതെ ഏകനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സുജൂദ് ചെയ്യുന്ന, അവനെ വിശ്വസിക്കുന്ന വിശുദ്ധമായ ഈമാൻ എന്ന് പറയുന്ന മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതൃവ്യന് കൊടുക്കാത്ത, നോഹ് നബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത, നോഹ് നബിയുടെ പ്രിയപ്പെട്ട മകന് കൊടുക്കാത്ത, ഇബ്രാഹിം നബിയുടെ വാപ്പാക്ക് കൊടുക്കാത്ത, ആസിയ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാത്ത, ലോകത്ത് അല്ലാഹു തന്നിട്ടുള്ള സകല സൗഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ ഈമാൻ എന്ന് പറയുന്ന സൗഭാഗ്യമാണ്. അതല്ല നാം ഒരു കുഫറിന്റെ വക്താവായിരുന്നുവെങ്കിൽ, ഒരു ശിർക്കിന്റെ വക്താവായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെയാണ് ഇപ്പൊ ഉണ്ടാവുക? നാം തികച്ചും തൗഹീദിന്റെ ഒരു അനുയായിയായി അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്തു എന്നത് ഒന്നാമത്തെ സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമതൊരു സൗഭാഗ്യമുണ്ട്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളൊക്കെയും അല്ലാഹുവിൽ വിശ്വസിച്ചവരും തൗഹീദിൽ അടിയുറച്ചവരുമാണ്. പക്ഷേ അവർക്കൊന്നും ലഭിക്കാത്ത വലിയ ഒരു സൗഭാഗ്യം നമ്മുടെ സൗഭാഗ്യങ്ങളിൽ രണ്ടാമത്തെ സൗഭാഗ്യമായി നമുക്ക് എണ്ണാൻ കഴിയുന്ന രണ്ടാമത്തെ സൗഭാഗ്യമാണ് മഹാനായ ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുയായിയായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് മൂസാ നബി പോലും ആഗ്രഹിച്ചു പോയി എന്നാണ്
പടച്ചവനെ, ഞാൻ സാധാരണക്കാരനായ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ ഇന്ന് കലീമുല്ലാഹി മൂസ പ്രവാചകൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു രണ്ടാമത് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നാം പ്രവാചകന്റെ അനുയായിയായി മാറി എന്നുള്ളതാണ്. അവസാന കാലഘട്ടത്തിലേക്ക് ഈ ലോകത്തേക്ക് കടന്നു വരികയും മരണപ്പെട്ട് ആദ്യം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും പരിശുദ്ധമായ മഹിസറ എന്ന പടച്ചതമ്പുരാന്റെ നീതിന്യായ കോടതിയിൽ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ സൃഷ്ടികളുടെ ഇടയിൽ നിന്ന് മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും പരിശുദ്ധമായ മഹിസറയിൽ അള്ളാഹുവിന്റെ വിധിക്ക് വേണ്ടി കാത്തുകെട്ടി കിടക്കുമ്പോൾ വളരെ വേഗത്തിൽ അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് ഓടിപ്പോകാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഈ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തി എന്നതാണ് ലോകത്ത് അള്ളാഹു നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം. ആരും മറന്നുപോകരുത്, ആരും വിസ്മരിക്കരുത്. ഇനി മൂന്നാമതൊരു അനുഗ്രഹമുണ്ട്. അതേതാണ്? ഉറക്കം വരുന്നില്ലല്ലോ. ഉറക്കം വരുന്ന നമ്മൾ ഒരുപാട് അകലത്തിലാണുള്ളത്. ഒരുപാട് അകലത്തിലാണ് വേദിയും സദസ്സും ഉള്ളത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ 1.25 മണിക്കൂർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പറ്റി നമുക്ക് പറയാനാണ് സംഘാടകർ മാസങ്ങളായി ഇതിന്റെ പിന്നാലെ ഓടിയത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നല്ല സുന്ദരനായ ഒരു ഭർത്താവിനെ തന്നു, കാണാൻ മുഞ്ചുള്ള തൊലിവെളുപ്പുള്ള ഒരു ഭാര്യയെ തന്നു, ഒരുപാട് മക്കളെ തന്നു, ഇഷ്ടംപോലെ പണം തന്നു, യാത്ര ചെയ്യാൻ നല്ല വാഹനം തന്നു. ഇതൊക്കെയാണോ നമുക്ക് അള്ളാഹു തന്ന വലിയ സൗഭാഗ്യങ്ങൾ? ഒന്നുമല്ല. അള്ളാഹു തന്ന ഒന്നാമത്തെ സൗഭാഗ്യം മോമിനാക്കി, രണ്ടാമത്തേത് ഉമ്മത്ത് മുഹമ്മദാക്കി. ഇനി മൂന്നാമത്തേത് ഏതായിരിക്കും? മൂന്നാമത്തേത് ഏതായിരിക്കും? നിങ്ങൾ പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, കാരണം നല്ല ലോങ്. ഞാൻ തന്നെ പറയാം. മൂന്നാമത് അല്ലാഹു തആല മൂമിനാക്കിയ മാത്രം പോരല്ലോ, ഉമ്മത്ത് മുഹമ്മദാക്കിയ മാത്രം പോരല്ലോ. എന്തിന് ബദരീങ്ങൾ, എന്തിന് മഹത്വക്കൾ, എന്താണ് അവർക്കുള്ള ബഹുമാനം, എന്തിനാണ് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത്, എന്തിനാണ് അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നത്? നമുക്ക് അല്ലാഹുവും റസൂലും പോരെ, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പുത്തനാശയക്കാരനായി അല്ലാഹു നമ്മളെ മാറ്റാതെ തികഞ്ഞ അഹ്ലുസുന്നയുടെ ഒരു വക്താവാക്കി നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ആദരിക്കേണ്ടതിനെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി എന്നതാണ് ലോകത്ത് അള്ളാഹു നൽകിയ മൂന്നാമത്തെ അനുഗ്രഹം. അള്ളാഹു മരിക്കുന്നത് വരെ ഈ 3 അനുഗ്രഹങ്ങളും നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചില ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളുടെ ആളുകളൊക്കെ പറയാറുണ്ട്, അവന്റെ മുഖത്ത് കണ്ടറിയാം ഈമാന്റെ അടയാളം. എങ്ങനെയാണ് ഈമാന്റെ അടയാളം ഒരാളുടെ മുഖത്ത് കാണുന്നത്? എങ്ങനെയാകും? ചില ആളുകൾ പറയാറുണ്ട്, ചിലരുടെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ പ്രകാശം നമുക്ക് കാണാം, അയാളുടെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമുണ്ട് എന്ന് ചിലർ പറയാറുള്ളതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അല്ലാഹു തആല ഈമാനിന്റെ പ്രകാശം കൊടുക്കുക? അത് ഈ ലോകത്ത് വെച്ച് ഒരാൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണോ? ഈ ലോകത്ത് വെച്ച് ഒരാൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണോ? എന്നാൽ അബൂ ലഹബ് ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം കൊണ്ടാണ് ഒരാൾ ഈമാനുള്ളവനാണ് എന്ന് തിരിച്ചറിയുന്നത് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വയലത്തൂരിലെ മണ്ണാറക്കലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഏറ്റവും വലിയ മോമിനായി മാറേണ്ടത് സാക്ഷാൽ അബൂ ലഹബാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, അബൂ ലഹബാണ്. കാരണം എന്താ? അബൂ ലഹബിന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് അബൂ ലഹബിന്റെ പേര്. പക്ഷെ അബൂ ലഹബ് എന്ന് ഖുർആൻ വിളിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അത്രയും പ്രകാശമാണ് അബൂ ലഹബിന്റെ മുഖത്ത് കാണുക. നല്ല പ്രകാശമാണ്, നല്ല വെളിച്ചമാണ്, നല്ല തക്കാളി പോലെ, കാശ്മീരി ആപ്പിള് പോലെ ചുമന്നു തുടുത്ത് നല്ല പളപളപ്പോടെ ഇരിക്കുന്ന അബൂ ലഹബ് മുഅ്മിനാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല.
ഒരാളുടെ മുഖത്തെ പ്രകാശമില്ലായ്മയാണ് എങ്കിൽ ഈമാൻ ഇല്ലാത്തതിന്റെ അടയാളം എന്ന് വരുത്തി തീർത്താൽ ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ കരിമ്പടം പൊറിച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെ മുകളിലേക്ക് കയറി നിന്ന് ആദ്യമായിട്ട് ബാങ്ക് കൊടുത്ത ഈ റോഡിലെ ടാറിനേക്കാൾ കറുത്ത നിറമുള്ള സ്പ്രിങ് പോലെ വളഞ്ഞു പുളഞ്ഞ തലമുടിയുള്ള പരന്ന ചപ്പത്തിരി പോലത്തെ ചപ്പിയ മൂക്കുള്ള തടിച്ച് തൂങ്ങിയ വികൃതമായ ചുണ്ടുകളുള്ള കറുത്ത ശരീരമുള്ള ഒരു മനുഷ്യനല്ലേ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുത്തത്? സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകാശമില്ല. അബൂലഹബിന്റെ മുമ്പിൽ അബൂലഹബിന്റെ മുഖത്ത് നടിച്ച് വീശുന്ന പ്രകാശം ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയാൻ പറ്റുമോ? ബിലാൽ തങ്ങളുടെ മുഖത്തില്ലാത്തത് ഈമാനിന്റെ പ്രകാശം കെട്ടുപോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അബൂലഹബ് എവിടെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വംറതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീരിഹാ ഹബ്ലും മിൻ മസദ്. അല്ലാഹ് പറയുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീരിഹാ ഹബ്ലും മിൻ മസദ്. ഖുർആൻ പറയുകയാണ്, സയസ്ലാ നാറൻ ذات ലഹബ്, ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലയിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നതാണ് അബൂലഹബിനെ. അവന്റെ പേര് പോലത്തെ ഒരു നരകം അല്ലാഹു കൊടുത്തു അബൂലഹബിന്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ തിളക്കത്തിന്റെ വാപ്പ എന്നാണ്. വല്ലാത്ത പ്രകാശമാണ് മുഖത്തിൽ നിന്നടിച്ച് വീശുന്നത്. നരകത്തിൽ അല്ലാഹു കൊടുത്തത് ആളിക്കത്തുന്ന ലഹബായ നരകമെന്നാണ്. ആ നരകത്തിലാണ് അബൂലഹബ് എന്നല്ല പറയുമ്പോ ബിലാൽ തങ്ങൾ എവിടെയാണ് എത്തിയതെന്നറിയോ? ഒരിക്കൽ പ്രവാചകന് സ്വർഗത്തിലൂടെ ഉലാത്തുമ്പോൾ ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ട് സഹാബത്തിനോട് വിളിച്ചു കൂട്ടിയിട്ട് നബി തങ്ങളെ പറയുകയാണ്, സഹാബ, ഇന്നലെ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സമയത്തു ദഫന അലൈക യാ ബിലാൽ, ബിലാലേ, സ്വർഗത്തിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് എന്റെ മുന്നിലൂടെ നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. സുഖലോലുപ സ്വർഗത്തിലൂടെ പ്രവാചകനെ നടന്നു പോകുമ്പോ ആ സ്വർഗത്തിലെ റസൂലുള്ള നടക്കുന്നതിന്റെ തൊട്ട് മുന്നിൽ ബിലാൽ തങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം റസൂലുള്ളാഹി തങ്ങളെ കേട്ടിട്ട് ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്, അതിനുവേണ്ടി എന്ത് അമലാണ് ബിലാലെ നീ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു കാൽ പെരുമാറ്റം നബി തങ്ങളുടെ മുന്നിൽ നടക്കപ്പെടുന്ന സുഖലോലുപ സ്വർഗത്തിന്റെ അവകാശിയായി ബിലാൽ തങ്ങളെ അല്ലാഹു മാറ്റുമ്പോ അബൂലഹബിന് അവന്റെ പേര് പോലത്തെ നരകം കൊടുത്ത് അല്ലാഹു ആളിക്കത്തുന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരാളുടെ മുഖത്തെ ഈമാനിന്റെ പ്രകാശം ഈ ദുനിയാവിൽ കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റുമോ? നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മുഖത്തെ ഈമാനിന്റെ പ്രകാശം ഈ ദുനിയാവിൽ വെച്ച് കാണുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ബിലാൽ തങ്ങൾക്ക് ഈമാനില്ലെന്ന് പറയേണ്ടി വരും. ബിലാൽ തങ്ങളാകട്ടെ സ്വർഗത്തിലാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ പ്രകാശം ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയുമായിരുന്നുവെങ്കിൽ അബൂലഹബിന് ഈമാനിന്റെ പ്രോജ്വല പ്രഭയുണ്ടെന്ന് പറയേണ്ടി വരും. അബൂലഹബാകട്ടെ സയസ്ലാ നാറൻ ذات ലഹബ്, കത്തിയാളുന്ന നരകത്തിന്റെ തീജ്വാലയിലേക്ക് അവനെ വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ദുനിയാവിൽ വെച്ച് ഒരാളുടെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം നമുക്ക് കാണാനുള്ള കണ്ണ് അള്ളാഹു തന്നിട്ടില്ല. അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഈ ഈമാനിന്റെ പ്രകാശം എവിടെ വെച്ച് നമുക്ക് കാണാൻ കഴിയും? അതാണ് എന്റെ വിഷയം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം. അതെവിടെയാണ്? ഈ ഭൗതിക ലോകത്തല്ല, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോഴത് ഒരിക്കലും നമുക്ക് കാണുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുകയാണ്,
12ാമത്തെ ആയത്തിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുകയാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അലീം. പ്രിയപ്പെട്ട എന്നെ വൈലത്തൂരന്റെ പ്രസംഗം കേൾക്കുന്ന മണ്ണാറക്കലില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം കാണുക സാധ്യമല്ല. ഒരുപക്ഷേ കണ്ടെന്നിരിക്കാം, ഒരുപക്ഷേ കണ്ടില്ലെന്നിരിക്കാം. ആ ഈമാനിന്റെ പ്രകാശത്തിന്റെ പൂർണ്ണത നമ്മൾ ദൃശ്യമാകുന്നത് എവിടെ വെച്ചാണെന്നറിയോ? എല്ലാവരും മരണപ്പെട്ട് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു രംഗമുണ്ടല്ലോ. പടച്ചതമ്പുരാന്റെ കോടതി ഒരു ചാൺമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറ. ആ മഹിഷറ വനസഭയില് പടച്ചതമ്പുരാന്റെ കോടതി ഉണ്ടല്ലോ. സാക്ഷികളും വാദികളും പ്രതികളുമുള്ള കോടതി, ഒരിക്കലും വക്കീലുമാരില്ലാത്ത കോടതി. ഡൽഹി സുപ്രീം കോടതി പോലെയോ കേരള ഹൈക്കോടതി പോലെയോ അല്ല. പടച്ചതമ്പുരാന്റെ പ്രവിശാലമായ കോടതി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ജഡ്ജിയേ ഉള്ളൂ, ഒരേ ഒരു ജഡ്ജിയേ ഉള്ളൂ. അവിടെ വക്കാലത്തൊപ്പിട്ട് കൊടുത്തിട്ട് വക്കീലുമാരും നിരന്ന് നിൽക്കൂല. അവിടെ സാക്ഷികളും പ്രതികളും വാദികളും മാത്രമുള്ളതായ പടച്ചവന്റെ കോടതിയാണ്. ആ കോടതിയിൽ ഒരേ ഒരു ജഡ്ജിയേ ഉള്ളൂ. ലിമനിൽ മുൽക്കുല്യോ, ഇന്നാർക്കടാ അധികാരമെന്ന് ചോദിക്കുമ്പോ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പടച്ചവനെ നിനക്ക് തന്നെയാണ് അധികാരമെന്ന് വിളിച്ചു പറയുന്ന പടച്ചതമ്പുരാന്റെ മഹിഷറ എന്ന കോടതിയുണ്ടല്ലോ. അന്ന് വൈലത്തൂരിലെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്, ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ കോടാനകോടി സൃഷ്ടിജാലങ്ങൾ പടച്ചവന്റെ മഹിഷറയിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. നബിയേ, നിങ്ങൾക്ക് നാളെ പരലോകത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്തെന്നറിയോ? ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള വൈലത്തൂരിലെ മണ്ണാറക്കല്ലിലെ ഓരോ സ്ത്രീകളും പുരുഷന്മാരുടെ മുഖത്ത് നിന്ന് നബിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ? അവരുടെ മുഖത്ത് നിന്നും അവരുടെ പാർശ്വങ്ങളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പരക്കുന്നത് കാണാ. ഈ ദുനിയാവിൽ വെച്ച് കാണാൻ സാധ്യമല്ല പെങ്ങളെ. ഈ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം കാണാൻ കഴിയില്ല. കരിവാളിച്ചു പോയ മുഖം ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ബലഹീനതയല്ല, കുറവല്ല. വെളുത്തു വെള്ളാരം കല്ല് പോലിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രകാശം ഈമാനിന്റെ പ്രകാശമെന്ന് ആര് ചിന്തിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇത് കാണാൻ കഴിയുന്നത് സ്വർഗ്ഗത്തിൽ, ഇത് കാണാൻ കഴിയുന്നത് ദുനിയാവിലല്ല, ഇത് കാണാൻ കഴിയുന്നത് പടച്ചവന്റെ പരലോകത്താണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അഥവാ സത്യവിശ്വാസി വിശ്വാസികളുടെ മുഖത്തും അവരുടെ പാർശ്വങ്ങളിൽ പ്രകാശം ഇങ്ങനെ പരന്നു നിൽക്കുന്നത് കാണാൻ കഴിയും നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പ്രകാശം ഏതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ഈമാനിന്റെ പ്രകാശം നാളെ പരലോകത്ത് ഓരോരുത്തരിൽ നിന്നും മുഖത്ത് നിന്ന് പാർശ്വങ്ങളിൽ നിന്ന് ഈമാനിന്റെ പ്രഭ ഇങ്ങനെ പരന്നു കളിക്കുമ്പോൾ അതെങ്ങനെയാണ് ആ ഈമാനിന്റെ പ്രകാശം കിട്ടുന്നതെന്നറിയോ? അവിടെ എങ്ങനെയാണ് ഈമാന്റെ പ്രകാശം കിട്ടുന്നതെന്നറിയോ? അത് ചാർജ് ചെയ്യാൻ അവിടെ പരലോകത്ത് വേറെ സാധന സാമഗ്രികളൊന്നുമില്ല. അതിനെ സ്വായത്തമാക്കാൻ പരലോകത്ത് യാതൊരു നിലയിലുള്ള ഫാക്ടറികളുമില്ല. ആ പ്രകാശം പരലോകത്ത് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഇന്നത്തെ ഈ റജബ് മാസത്തിന്റെ വേളാഴ്ച രാവിലെ ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ നിന്ന് ഞാനും നിങ്ങളും ഇറങ്ങിപ്പോകുമ്പോ സയ്യിദ് KPS തങ്ങളുടെ പേരിൽ ഒരു മഗർ സംഘടിപ്പിച്ച് ആ മഗറിൽ ഞാനും നിങ്ങളും 2 ദിവസം ഒരുമിച്ച് കൂടിയിട്ടതിന്റെ സമാപനത്തിന് മാനുത്തങ്ങളെ ദ്വാരക്കാൻ വരുമ്പോ പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ചൊരു പ്രതിജ്ഞയെടുത്തിട്ട് വേണം പോകാൻ. പരലോകത്ത് പടച്ചവന്റെ കോടതിയിൽ മുന്നിലൂടെയും
അതുപോലെ പാർശ്വങ്ങളിലൂടെയും സത്യവിശ്വാസികളുടെ പ്രകാശം പരന്നു നടക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ രശ്മികൾ, ആ പ്രകാശത്തിന്റെ പ്രോജ്വലത അത് എന്റെ മുഖത്ത് നിന്ന് എന്റെ പാർശ്വങ്ങളിൽ നിന്ന് അടിച്ചു വീശണമെന്ന് കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പ്രകാശം എങ്ങനെയാണ് പരലോകത്ത് കിട്ടുന്നതെന്നറിയോ? അലാ ഖദരി അഅ്മാലിഹിം യമറൂന അല സിറാത്ത് അലാ ഖദരി അഅ്മാലിഹിം ഫിദ്ദുനിയാ. അവന്റെ ദുനിയാവിലെ അമലുകളുടെ തോതനുസരിച്ചാണ്, അവന്റെ ദുനിയാവിലെ അമലുകളുടെ തോതനുസരിച്ചാണ് പരലോകത്ത് അവന്റെ മുഖത്ത് നിന്ന് പ്രകാശമടിച്ചു വീശുന്നത്. യമറൂന അല സിറാത്ത്. അവൻ ആ പ്രകാശം കണ്ടുകൊണ്ടാണ് സിറാത്തിലൂടെ നടന്നു പോകുന്നതെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ വെച്ച് ഒരിക്കലും ഒരാളുടെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം ഇന്ന് പ്ലാസ്റ്റിക് കോസ്മെറ്റിക് സർജറിയും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ലോകത്ത് ജീവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്റെ ഫേസ് കട്ട് മാറ്റിയിട്ട് വേറെ ഒരാളുടെ ഫേസ് കട്ടിലേക്ക് എന്റെ ഇതിനെ മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ, കാശ് മുടക്കിയാൽ എന്റെ രൂപം തന്നെ മാറ്റാൻ പറ്റുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ലോകത്താണ് നമ്മളുള്ളത്. ആണ് പെണ്ണാവുന്നില്ലേ, പെണ്ണാണാവുന്നില്ലേ? നിങ്ങൾ നോക്ക്, ഈ ലോകത്ത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ ലോകത്ത് ശാസ്ത്രം അതിന്റെ കുതിപ്പിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യന്റെ മുഖത്ത് പ്രകാശം പരത്താൻ വേണ്ടിയിട്ട് അവന്റെ മുഖത്ത് ഇങ്ങനെ വെളുത്ത് തുടുത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി മുഖത്തിട്ടാൽ, സ്ത്രീകളോട് ചോദിച്ചറിയാം ഏതൊക്കെ പച്ചക്കറിയാണ് സൗന്ദര്യം വർദ്ധിക്കാനുള്ളത്, ഏതൊക്കെ പച്ചക്കറികളാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടുള്ളത്, ഏതൊക്കെയാണ് നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ രശ്മി അടിച്ചിട്ട് മുഖത്ത് അതിന്റെ കറുപ്പ് വീഴുമ്പോൾ അത് പോകാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ സ്ത്രീകളോട് ചോദിച്ച കൃത്യമായിട്ട് അവർക്ക് ഓരോന്നിനും കണക്കുണ്ട്. അതെല്ലാം അവർക്കറിയാം. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ലോകത്ത് മുഴുവനും ത്രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖത്ത് ഇങ്ങനെ പ്രകാശം ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഭാരമൊന്നുമില്ല. പക്ഷെ അതാണ് ഈമാനിന്റെ പ്രകാശമെന്ന് അതാണ് ഈമാനിന്റെ പ്രകാശമെന്ന് ചിന്തിച്ചു പോയാൽ നമ്മൾ അബദ്ധത്തിലാണ്. അങ്ങനെയാണെങ്കിലാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അബൂലഹബ് ഏറ്റവും വലിയ ഈമാനുള്ള ആളായിട്ട് മാറണം. അയാളുടെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം കണ്ടുകൊണ്ട് ആ പേരാളുകൾ വിളിച്ചത് അബൂലഹബ് പ്രകാശത്തിന്റെ വാപ്പ, ലെങ്കൽ തിളക്കത്തിന്റെ വാപ്പ. മുഖത്ത് നിന്ന് പ്രകാശം തീരെ വരുന്നില്ലെങ്കിൽ അത് അയാളുടെ ഈമാനിന്റെ ബലഹീനതയാണെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് ഈമാനില്ലെന്ന് പറയണ്ടേ? അത് പറയാൻ പറ്റുമോ? റസൂലുള്ള നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ തിരുമുറ്റത്ത് നബി തങ്ങളുടെ മുന്നിലൂടെ ബിലാൽ നടക്കുന്ന രംഗം കണ്ടിട്ട് സയ്യിദുനാ ബിലാൽ തങ്ങളോട് ഭൂമിയിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് ഒരാളുടെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം ഈമാനിന്റെ വെട്ടമാണെന്ന് ആരും ചിന്തിക്കരുത്. അത് ചതിക്കപ്പെട്ടു. പിന്നെ എപ്പോഴാ പ്രകാശം അടിച്ചു വീശുക? നാളെ പരലോകത്ത് പ്രകാശം അടിച്ചു വീശുന്നത് എങ്ങനെയാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ ഖദരി അഅ്മാലിഹിം ഫിദ്ദുനിയ. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന സുകൃതങ്ങളുടെ തോതനുസരിച്ച് പ്രകാശം നാളെ പരലോകത്ത് പരക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സന്തത സഹചാരികളിൽപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ നാളെ പരലോകത്ത് സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകണം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരുന്നാൽ ഞാൻ പ്രസംഗം ഉളപ്പും. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാലേ എനിക്ക് പറയാനൊരു ഉഷാറുണ്ടാവും. സംഘാടകർ വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്ക്, ബിസ്ക്കറ്റ് വേണമെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്ക്, എന്ത് വേണോ അവർ കൊടുത്തോ. പക്ഷേ പ്രസംഗിക്കുമ്പോ നന്നായിട്ട് കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കണം. ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചോളൂ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന്. അതുകൊണ്ട് വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. ഈ പറയുന്നതിൽ ഒരു ചെറിയ അശ്രദ്ധ വന്നു പോയാൽ പ്രസംഗം ഒന്നും മനസ്സിലാവൂല. നിങ്ങളെ 2 മണിക്കൂർ ഞാൻ റബ്ബിനോട് സമാധാനം പറയണം.
ഞാൻ 2 മണിക്കൂർ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിന് സംഘാടകര് സമാധാനം പറയണം. സംഘാടകരുടെ ഓരോ മണിക്കൂറുകൾക്ക് പടച്ചവന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മം നമ്മൾ ചെയ്യോ ആ സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ച് നാളെ പരലോകത്തും മുഖത്തു നിന്നും പാർശ്വങ്ങളിൽ നിന്നും പ്രകാശം പരക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. സിറാത്തിലൂടെ പോണ്ടേ സ്വർഗത്തിലൂടെ ഒരു പാലം കടക്കാതെ പോകാൻ കഴിയില്ല. ചമ്രവട്ടം പാലം കടക്കാതെ ആ പ്രദേശത്തുകാർക്ക് പോകാൻ പറ്റൂല എങ്കിൽ വേറെ പരിഹാരമുണ്ട്, വേറെ ഏതെല്ലാം വഴികളുണ്ട്. പക്ഷെ ദുനിയാവിൽ ഒരു പാലം കടക്കാതെ മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ലോകത്തൊരിടത്തും ന്യായമില്ല. കാരണം മറ്റ് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ നിന്ന് ഒരു വലിയ പാലം കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ. സ്വർഗത്തിൽ പോകണ്ടേ നമുക്ക്? ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ പാലം കടന്നിട്ട് വേണം പോകാൻ. ആ പാലത്തിന്റെ അടിയിൽ അള്ളാഹുവിന്റെ കത്തിയാളുന്ന നരകമാണ്. ആ പാലത്തിൽ നിന്ന് താഴേക്ക് വീണുപോയാൽ അവൻ നരകത്തിലാണ്. ഈ പാലത്തിലൂടെ നടന്നു പോകുമ്പോ പാലത്തിന്റെ പ്രത്യേകത എന്താ? സിറാത്ത് പാലത്തിന്റെ പ്രത്യേകത എന്താ? പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയുടെ ഇരുളിനേക്കാൾ കുറ്റിരുട്ട്. പാതിരാത്രി കണ്ടിട്ടില്ലേ? നിലാവില്ലാത്ത രാത്രി എങ്ങനെയാണ്? പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ ഭയക്കുന്ന രാത്രി അറിയില്ലേ? പാതിരാത്രിയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ നിലാവിന്റെ യാതൊരു പ്രകാശവുമില്ലാത്ത പാതിരാത്രി കണ്ടിട്ടില്ലേ? മുന്നിൽ നിൽക്കുന്നത് യാതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെയാണ് സിറാത്ത് പാലം. വാളിനേക്കാൾ മൂർച്ചയാണത്രേ, മുടിയേക്കാൾ നേർമയാണത്രേ. സഹോദരങ്ങളെ, സിറാത്ത് പാലത്തെ വിശദീകരിക്കുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പറയുന്നത് 3000 വർഷത്തെ വഴിദൂരമാണ്. 3000 വർഷത്തെ വഴിദൂരമാണ്. 1000 വർഷ കയറ്റമാണ്. 1000 വർഷ സമനിരപ്പാണ്. 1000 വർഷം അത് ഇറക്കമാണ്. അത് ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അവിടേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ ഇത് രാത്രിയേക്കാൾ ഇരുൾ മുറ്റിയതാണ്. കല്ലൈലിൽ മുള്ളിമാ, കുറ്റാകുറ്റിട്ടാണ് സിറാത്ത് പാലം. ആ സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിലേക്ക് എത്താൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണെ, നിനക്കൊരു പ്രകാശം വേണം. നിന്റെ കയ്യിൽ ഒരു ചെറിയ ഒരു പ്രകാശത്തിന്റെ തിരുനാളം വേണം. അതേതാണ്? നൂറുഹും യസ്ആ ബൈന ഐദീഹിം. അത് ഈമാനിന്റെ പ്രകാശമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈമാനിന്റെ പ്രകാശമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ പ്രകാശം നമുക്ക് തരട്ടെ. ആ പ്രകാശം അല്ലാഹു നമുക്ക് തരട്ടെ. സഹോദരങ്ങളെ, 4 സൈസായിട്ട് ജനങ്ങളെ കാറ്റഗറി ചെയ്തിരിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ദായി ഇരിക്കുന്ന ഇത്രയും ആളുകൾ, ഇത്രയും പുരുഷന്മാര്, അവിടെ ഇരിക്കുന്ന സഹോദരിമാര്, ഇതില് 4 സൈസ് ആളുകളുണ്ട്. ഈമാന്റെ നമ്മളൊക്കെ മോമിനീങ്ങളാണല്ലോ. ഇരിക്കുന്ന എല്ലാവരും മോമിനീങ്ങളാണ്. ഇല്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ ജനിച്ചു ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഉമ്മത്ത് മുഹമ്മദാ. രണ്ടാമത്തെ അനുഗ്രഹം നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 916 സുന്നിയാണ്. അല്ലെങ്കിൽ ബിദഈ പ്രസ്ഥാനക്കാരും മജ്‌ലിസ് നൂറിൽ വരൂല. അവർക്കത് ഇഷ്ടമല്ല. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ സെല്ലുലാർ ജയിൽ പോലത്തെ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ബിദഈകൾക്ക്. ബദരീങ്ങൾ, അവർക്ക് ബദരീങ്ങളെ കണ്ടുകൂടാ. ബദർ യുദ്ധത്തിന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ ബദരീങ്ങളെ പറ്റിയിട്ട് തവസ്സുലാക്കി ദുആരക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവര് പറയുന്നത്, നിങ്ങൾ എന്തിന് ബദരീങ്ങളെ പിടിക്കണം, നിബിതങ്ങളെ പിടിച്ചാ പോരെ. ബദരീങ്ങളെ നിങ്ങൾ എന്തിനു പിടിക്കണം? നബിതങ്ങളെ പിടിച്ചാ പോരെ. റസൂല് കഴിഞ്ഞിട്ട് പോരെ ബദരീങ്ങൾ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങൾക്ക് എന്താ അഭിപ്രായം അതില്? റസൂല് വേണോ നിങ്ങൾക്ക്? രണ്ടും വേണമെന്ന് പറയാൻ പറ്റൂല. രണ്ടും വേണം. ശരി, ആദ്യം ഏതാ നിങ്ങൾക്ക് വേണ്ടത്? റസൂല് വേണോ ബദരീങ്ങൾ വേണോ? ഏത് വേണം? ഞാൻ പറയുന്നു, എനിക്ക് ബദരീങ്ങൾ. കട്ട് ചെയ്യുന്നവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്. ലൈവേ കട്ട് ചെയ്ത് കേറ്റാൻ പറ്റുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ പരിശുദ്ധമായ മജ്‌ലിസിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, എനിക്കൊന്നാമത് ബദരീങ്ങൾ മതി.
നിങ്ങൾക്ക് കല്ലെറിയണമെന്ന് തോന്നണ? നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കണമെന്ന് തോന്നണ? എന്നാ ഞാൻ പറഞ്ഞുതരാം. എത്ര ബദരീങ്ങളുണ്ട്? എത്ര ബദരീങ്ങളുണ്ട്? എത്ര? 313 അല്ലേ? അതിൽ ആദ്യത്തെ ആളാരാ? اللهم إني أسألك وأتوسل إليك بنبيك وحبيبك محمد صلى الله عليه وسلم وساداتنا أبي بكر وعمر وعثمان وعلي وطلحة والزبير وعبد الرحمن وسعد وسعيد എന്ന് പറഞ്ഞിട്ടല്ലേ പോണത്. 313 ആദ്യത്തെ ആള് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എനിക്ക് ബദരീങ്ങൾ മതിയെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ബദരിയല്ലേ? അള്ളാഹുവിന്റെ റസൂലും കൂടെ ചേർന്നതല്ലേ ബദരീകൾ എന്ന് പറയുന്നത്? ഇവർക്ക് പുത്തനാശയക്കാർക്ക് ഈ വിവരവും ഇല്ല. വിവരം കെട്ടവന്മാർക്ക് വിവരം കെട്ടു എന്ന് മാത്രമല്ല, വിവരമില്ലാത്ത ആളുകളോടൊപ്പം കൂടിയിട്ട് വിവരക്കേട് അലങ്കാരമായി കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഇരിക്കുന്നവരൊക്കെ സുന്നികളാണ്. കാരണം ഒരു ബിദ്അഈകാരന് മജ്‌ലിസ് നൂറിൽ വന്നിരിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവൂല. തബറുക്കിന്റെ ഭക്ഷണം അത് വേറെ, ചാപ്പാട് വേറെ, അത് പൊതി വാങ്ങുന്നത് വേറെ, സരസിയിരിക്കുന്നത് വേറെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന പുരുഷന്മാരെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈമാനിന്റെ പ്രകാശത്തിൽ. നമുക്ക് എന്തായാലും ഈമാന്റെ പ്രകാശമുണ്ട്. നമ്മളിപ്പോ ഇശാസ്കരിച്ചിട്ടല്ലേ വന്നത്. അതിന്റെ വെട്ടം എന്തായാലും ഉണ്ടാവാതിരിക്കും. ഈ മജ്‌ലിസ് നൂറിൽ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. ഈ ദുആയിൽ നിങ്ങൾ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു, ഈ പ്രസംഗത്തിന് വന്നിരിക്കുന്നു. ഇത് ഇൽമിന്റെ മജ്‌ലിസ്, സ്വർഗത്തിന്റെ തോപ്പല്ലേ? അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് ഇത്രയും ചാർജ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇത്രയും വെട്ടം നാളെ സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഈമാനിന്റെ വെട്ടം കിട്ടും. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, നിങ്ങളുടെ മുഖത്തും പാർശ്വങ്ങളിലും ഇതിന്റെ വെട്ടം ഉണ്ടായിരിക്കും. അപ്പൊ എത്ര അമൽ നമ്മൾ ചെയ്യുമോ, എത്ര മജ്‌ലിസ് നൂറിൽ പങ്കെടുക്കുമോ, എത്ര സ്വലാത്ത് ചൊല്ലുമോ, എത്ര ദിക്ർ ചൊല്ലുമോ, എത്ര പാപങ്ങളെ സഹായിക്കുമോ, എത്ര നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമോ, എത്ര ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുമോ, അതിനനുസരിച്ചെല്ലാം ഇങ്ങനെ ചാർജ് കൂടി വരികയാണ്. അവസാനം പരിശുദ്ധമായ സിറാത്തിന്റെ മുന്നിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, സിറാത്ത് പാലത്തിലൂടെ അനുഗ്രഹീതമായ സ്വർഗം കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ ആ സ്വർഗത്തിലേക്ക് പോകാൻ സിറാത്ത് പാലത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ വൈലത്തൂരിലെ ഉമ്മ, നിങ്ങളുടെ ദുനിയാവിലെ അമലുകൾ അനുസരിച്ച് പ്രകാശം അവിടെ കിട്ടുന്നതാണ്. അങ്ങനെ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ ആദ്യത്തെ വിഭാഗം ഏതെന്നറിയോ? എ കാറ്റഗറി ഉണ്ട്, ബി കാറ്റഗറി ഉണ്ട്, സി കാറ്റഗറി ഉണ്ട്, ഡി കാറ്റഗറി ഉണ്ട്. ഇതിൽ ഏത് വേണമെന്ന് മണ്ണാറക്കല്ലിൽ KPC തങ്ങൾ, KPS തങ്ങൾ നഗറിൽ വന്ന എന്റെ പ്രിയപ്പെട്ടവര് തീരുമാനമെടുത്തു പോണം. അനുത്തങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടിയിട്ട് തീരുമാനം റബ്ബിനോട് അറിയിക്കി. എന്നിട്ട് അതിന്റെ തൗഫീഖിന് വേണ്ടി പടച്ചവനോട് ചോദിച്ചോ, അല്ലാഹുവേ, നാളെ പരലോകത്ത് എനിക്ക് പ്രകാശം തരണേ അല്ലാ. കുറ്റാകുറ്റുരട്ടില് ഈ വയലിന്റെ മജ്‌ലിസിലെ ലൈറ്റുകളെല്ലാം കെടുത്തിയാൽ, സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കെടുത്തിയാൽ, ഓരോ വീട്ടിലെ ലൈറ്റുകളെല്ലാം കെടുത്തിയാൽ, പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ഈ രാത്രി നമ്മുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ കുറ്റാകുറ്റിരുട്ടല്ലേ? ഇതിനേക്കാൾ കുറ്റാകുറ്റിരുട്ടായ മഹിശറയിലെ സിറാത്തിലൂടെ അല്ലാഹുവിന്റെ സ്വർഗം പുൽകാൻ എങ്ങനെയാണ് നമുക്ക് വെട്ടമില്ലാതെ പോകാൻ കഴിയുക? ആ വെട്ടം 4 സൈസാണ് പ്രിയപ്പെട്ടവരെ. അതിലെ ചില ആളുകൾക്കുള്ള ഒന്നാമത്തെ വിഭാഗത്തെ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നത്, മന്നൂറുഹു മിസ്ലുൽ ജബലി, പർവ്വതത്തിന്റെ വലിപ്പത്തിന് പ്രകാശം പരത്തുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പ്രകാശം പരത്തുന്നത് പർവ്വത സമാനമായി പ്രകാശമാണ്. ഒരു പർവ്വതത്തിന്റെ നീളം എത്രയാണ്? ഒരു പർവ്വതത്തിന്റെ നീളം എത്രയാണ്? സഹോദരങ്ങളെ, സമനിരപ്പിൽ നിന്ന് പർവ്വതത്തിനെ അളക്കാൻ തുടങ്ങിയാൽ ഇല്ല, ആ പർവ്വതത്തിന്റെ താഴ്ഭാഗങ്ങളിലും മണ്ണിന് താഴെ അതിന്റെ വേരുകളുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, വജഅൽനൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ ഞാൻ ആണി
ആണിക്കല്ലായി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയല്ലോ, പർവ്വതങ്ങൾ മുകളിലോട്ട് എത്രയുണ്ട്, അത്രയും ഇല്ലെങ്കിൽ പോലും മണ്ണിനടിയിൽ അതിന്റെ വേരുകളുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, പർവ്വതത്തിന്റെ ഉയരം നമ്മൾ ചിന്തിച്ചു നോക്ക്. ഒരുപക്ഷെ ഇവിടുന്ന് വയലത്തൂര് വരെ നീളമുണ്ടെന്ന് വെച്ചോ. അങ്ങനെ സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകുന്നവന് ഈ വയലത്തൂര് വരെയുള്ള പ്രകാശം അല്ലാഹു തആല സിറാത്തിൽ കൊടുത്താൽ അവന് ഓടി മിന്നൽ വേഗത്തിൽ സിറാത്തിലൂടെ പോകൂലേ? അവന് മിന്നൽ പിണറിന്റെ വേഗത്തിൽ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് ഓടിപ്പോകൂലേ? അങ്ങനെയുള്ള ആളുകളാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുക. അടിവാരത്ത് ആളി കത്തുന്ന നരകത്തിന്റെ തീജ്വാല അവർക്കൊരു പ്രശ്നമല്ല, വാളിനേക്കാൾ മൂർച്ചവർക്കൊരു പ്രശ്നമല്ല, കുറ്റനിട്ടവർക്കൊരു പ്രശ്നമല്ല. കാരണം ഇവിടുന്ന് ദുനിയാവിൽ സമ്പാദിച്ചു പോയ ഈമാനിന്റെ പ്രകാശം അവരുടെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്നു എന്ന് സൂറത്തുൽ ഹദീദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രകാശം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതുകൊണ്ട് ഈ കാറ്റഗറിയിൽ പെടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് കിട്ടുന്ന മുഖത്തിന്റെ പ്രകാശം പർവ്വതത്തിന്റെ വലിപ്പം പ്രകാശമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് സലാലയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, മസ്കറ്റിലും ഒരു പരിപാടി ഉണ്ടായിരുന്നു. മസ്കറ്റിലെ പരിപാടി കഴിഞ്ഞിട്ട് സിയാറത്തും കൂടെ ഉദ്ദേശം ഉണ്ടായിരുന്നു. മസ്കറ്റിലെ പരിപാടി കഴിഞ്ഞിട്ട് സലാലയിലേക്ക് പോകാൻ വേണ്ടി 1150 കിലോമീറ്റർ ഉണ്ട് മസ്കറ്റിൽ നിന്ന് സലാലയിലേക്ക്. ഈ മസ്കറ്റ് സലാല റൂട്ടിലോടുന്ന ബസ്സാണ്. അന്ന് ഫ്ലൈറ്റിന് വലിയ ചാർജ് ആയിരുന്നു. ബസ്സിൽ രാത്രി 9 മണിക്ക് സലാലയിൽ മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന ബസ് നേരെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോ 8 മണിക്ക് സലാലയിൽ എത്തിച്ചേരും. 11 മണിക്കൂർ കൊണ്ട് 1150 കിലോമീറ്റർ ഓടി മാറുന്നു സലാല മസ്കറ്റ് ബസ്. ഒരൊറ്റ വഴി ഇങ്ങനെ നിവർന്ന് കിടക്കുക. വളവില്ല, തിരിവില്ല, കയറ്റമില്ല, ഇറക്കമില്ല. നമ്മുടെ പോലെ ഇപ്പൊ നല്ല ഹൈവേ, സുന്ദരമായ ഹൈവേ പണി തീർന്നാൽ നമ്മളൊക്കെ വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരൊറ്റ പോക്ക് പോകാമെന്ന്. ഇല്ല, 4 സൈഡും ബോർഡ് വെക്കും, 50-ൽ കൂടുതൽ പൊക്കിവിടായെന്ന്, 60-ൽ കൂടുതൽ പോകാൻ പാടില്ല എന്ന്. പിന്നെന്തിനാണ് റോഡ് ശരിയാക്കിയെന്ന് വെച്ചാൽ മറ്റൊരു ചോദ്യം. ഏതോ ആവട്ടെ, പ്രിയപ്പെട്ടവരെ, 11 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാള്, പുത്തരിക്കണ്ട മൈതാനത്ത് നിന്ന് ഇറങ്ങുന്ന ഒരാള്, അയാൾ കാസർഗോഡ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് വന്ന് തിരിച്ച് അതുപോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ദൂരമാണ് 1150 കിലോമീറ്റർ. രാവിലെ അവിടെ നിറങ്ങുന്ന ഒരാള് കാസർഗോഡ് എത്തണമെങ്കിൽ രാത്രി 12 മണി കഴിയും. പിന്നെ ആ 12 മണിക്ക് ഇറങ്ങുന്ന ആള് പിറ്റന്നൊരു ഉച്ച 2-3 മണിക്ക് അവിടെ എത്തുള്ളൂ. 24 മണിക്കൂർ പോരാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ മസ്കറ്റ് സലാലയിൽ 11 മണിക്കൂർ കൊണ്ട് ഇത്രയും ഓടിയെത്താൻ കാരണം എന്താണെന്നറിയോ? മുന്നിൽ വേറെ ഒന്നും അവർക്ക് ഭയക്കേണ്ടതില്ല. നിവർന്ന് നീണ്ടു കിടക്കുകയാണ്. മുന്നിലുള്ളതെല്ലാം ഡ്രൈവർക്ക് കാണാം. അതുകൊണ്ട് 140-160 ഇങ്ങനെ വണ്ടി വിടുക. നമ്മുടെ റോഡിലൂടെ നടക്കൂലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുടെ മുമ്പിൽ പർവ്വതത്തിന്റെ വലിപ്പത്തിന് പ്രകാശം മുഖത്ത് നിന്ന് അടിച്ചു വീശുന്നുവെങ്കിൽ അത്രയും ഭാഗം നന്നായിട്ട് കാണാൻ സിറാത്ത് പാലം. നന്നായിട്ടൊരു മനുഷ്യൻ അതിവേഗത്തില് സ്വർഗത്തിലേക്ക് പോകുന്നു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തെ വിഭാഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മന്നൂറുഹു മിസ്ലുൻ നഖ്ലാ. ഈന്തപ്പന മരത്തിന്റെ ഉയരം, ഈന്തപ്പന മരത്തിന്റെ വലിപ്പത്തിലെ പ്രകാശം മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന ചിലരുണ്ട്. അവര് ബി കാറ്റഗറിക്കാരാണ്, 2ാം തരക്കാരാണ്. അവർക്ക് പ്രകാശമുണ്ട്, മുഖത്ത് നിന്ന് അടിച്ചു വീശുന്നുണ്ട്, പക്ഷെ അമലുകൾ കുറവാണ്. അങ്ങനെ വന്നപ്പോ അവരുടെ പ്രകാശം എവിടം വരെ ഉള്ളൂ? ഒരു ഈന്തപ്പന മരത്തിന്റെ വലിപ്പം, ഒരു 3-ആൽ പൊക്കമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 2-ആൽ പൊക്കമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 4-ആൽ പൊക്കമെന്ന് വെച്ചോ, പ്രിയപ്പെട്ടവരെ ഒരു 24 അടി എന്ന് വെച്ചോ, അത്രയും പ്രകാശം മുന്നിൽ കാണാൻ പറ്റുന്നു.
അങ്ങനെ സിറാത്തിലൂടെ പോകുന്ന ആളുകൾ ഓടിപ്പോവുകയാണ്. അവർക്ക് ഭയക്കേണ്ടതില്ല. കാരണം ഒരു 4 ആൾ പൊക്കം മുന്നിൽ വെട്ടം കാണാം, പ്രകാശം കാണാം. അത് ഈമാനിന്റെ പ്രകാശമാണ്. അതവരുടെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന പ്രകാശമാണ്. അവർ സ്വർഗത്തിലേക്ക് വല്ലാത്ത വേഗത്തിൽ ഓടിപ്പോവുകയാണ്. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. മന്നൂറുഹു മിസ്ലുർ റജുലിൽ ഖായിമി. ആ മനുഷ്യന്റെ മുന്നിൽ അടിക്കുന്ന പ്രകാശം ഒരാൾ പൊക്കത്തിനാണ്. ഒരാൾ പൊക്കത്തിന്റെ പ്രകാശം. അപ്പൊ എത്രയുണ്ട്? നമ്മൾ നിഴല് വരുമ്പോ നോക്കിയാൽ മതി. ഞാനിപ്പോ ഇങ്ങനെ നിന്നാൽ അത്ര ദൂരത്ത് പോലും പ്രകാശം അടിക്കൂല. അത് ഒരാൾ പൊക്കമല്ല, 1 അടി എന്ന് കൂട്ടിക്കോ. അത്ര മുന്നിൽ പ്രകാശം അടിക്കും. അത്ര വരെ കാണാൻ പറ്റുള്ളൂ സിറാത്ത് പാലം. പിന്നെ അങ്ങോട്ട് ഇരുട്ട. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഒരാൾ നടന്നേ പോകുള്ളൂ. വേഗത്തിൽ നടന്നു പോകും അയാൾ. അങ്ങനെ സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവരുടെയും പ്രകാശം ഈമാനിന്റെ പ്രകാശമാണ്. 4ാമത്തെ പ്രകാശം ഏതെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅദ്നാഹും നൂറാ മന്നൂറുഹു ഫീ ഇബ്ഹാമിഹി യുത്തഖദു മർറാ വയുത്ഫഉ മർറാ. സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുകയാണ്, 4ാമത്തെ വിഭാഗം ആരെന്നറിയോ? അവരുടെ പ്രകാശം തങ്ങളുടെ തള്ളവിരലിന്റെ ഭാഗത്ത് മാത്രമേ കിട്ടുള്ളൂ. കാലിന്റെ പെരുവിരലിന്റെ ഭാഗത്ത് മാത്രമേ പ്രകാശം കിട്ടുകയുള്ളൂ. ആ പ്രകാശമാകട്ടെ യുത്തഖദു മർറതൻ വയുത്ഫഉ മർറാ. ചിലപ്പോ കത്തും, ചിലപ്പോ കെട്ടുപോകും. ചില സമയങ്ങളിൽ കത്തും, ചില സമയങ്ങളിൽ കെട്ടുപോകും. അങ്ങനെയുള്ള ആ പ്രകാശം 4ാമത്തെ പ്രകാശമാണ്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ഇതെങ്ങനെയാണ് കറക്റ്റ് ആക്കേണ്ടത്? ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്? ഈ ദുനിയാവിലെ നിന്റെ സുഹൃതങ്ങൾ കൊണ്ടാണ്, ഈ ദുനിയാവിലെ നിന്റെ അമലുകൾ കൊണ്ടാണ്. ഇവിടെ നീ എത്ര അമലുകൾ ചെയ്താലും ആ അമലുകളൊന്നും പാടില്ല. അല്ലാഹ് പറഞ്ഞല്ലോ, ഫമയഅമല മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമയഅമല മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഇവിടെ നീ കടുകുമണിയോളം നന്മ ചെയ്താൽ നിനക്ക് നാളെ കാണാ. ഇവിടെ ഒരു കടുകുമണിയോളം തിന്മ ചെയ്താൽ നാളെ നിനക്കത് കാണാ. പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, ഈ ദുനിയാവിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കാരണമായി അല്ലാഹു നാളെ പരലോകത്തെ നൂറുകും യസ്ആ ബൈന ഐദീഹിം ബിഐമാനിഹി. നിന്റെ മുഖത്തും നിന്റെ പാർശ്വങ്ങളിലും ഈമാനിന്റെ പ്രകാശം തരികയാണ്. 4 സൈസ് ആളുകളുണ്ട്. ഈ സൈസാണ്. ചില ആളുകൾ അതിവേഗത്തിൽ പാഞ്ഞു പോകും, ചിലര് ഓടിപ്പോകും, ചിലര് നടന്നു പോകും, ചിലര് വേച്ച് പോകും. കാരണം എന്താ? അത് 4ാം തരത്തുകാരാണ്. അവരുടെ കാലിന്റെ തള്ളവിരലിന്റെ മുന്നിൽ മാത്രമേ പ്രകാശം എത്തുന്നുള്ളൂ, അത്രേ കാണാൻ കഴിയുന്നുള്ളൂ. അവര് അതാകട്ടെ ചില സമയത്ത് കത്തും, ചില സമയത്ത് കെട്ടുപോകും. ആ ഒരു അവസ്ഥയിൽ ആ മനുഷ്യന് സിറാത്തിലൂടെ നടന്നു പോകാൻ പ്രയാസപ്പെടുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര അമൽ ചെയ്യുമോ അത്രയും ചാർജ് നമ്മുടെ ആ പ്രകാശത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു ഈമാനിന്റെ പ്രകാശം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുണ്ടെങ്കിൽ മാത്രമേ നാളെ നമുക്ക് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കാലുകൾ ഇടറിയിട്ട്, കാലുകൾ പതറിയിട്ട് ഞാനും നിങ്ങളും കത്തിയാളുന്ന നരകത്തിലേക്ക് വീണുപോകും. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, മജ്‌ലിസിൻ നൂറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ നീ ഒരിക്കൽ പോലും നരകത്തിലേക്ക് ഞങ്ങൾ ചെന്ന് വീഴുന്ന ആ ഒരു അവസ്ഥയിൽ ഞങ്ങളെ നീ നാണം കെടുത്തി ഇല്ലാതാക്കി കളയല്ലേ തമ്പുരാനെ. പ്രകാശത്തിന്റെ പ്രോജ്വലത ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ ആദരിക്കണേ അല്ലാഹ്. അങ്ങനെ ആ പ്രകാശവുമായിട്ട് പരലോകത്ത് ഞാനും നിങ്ങളും എത്തും. അങ്ങനെ എത്തുമ്പോ ഇവിടത്തെ അമലുകൾ അനുസരിച്ച് നാളെ പരലോകത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം കൂട്ടി തരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രകാശം തേടി അവിടെ ചില ആളുകൾ വരും. അത് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇന്ന് നമ്മളെ ആർക്കും വേണ്ടല്ലോ. ഇന്നിപ്പോ നമ്മളൊക്കെ ഓടുകയല്ലേ SIR-ന്റെ പേരിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്റെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയാം. അതില് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം. SIR ഞാൻ പറയുന്നു, പടച്ചോൻ നമുക്ക് തന്ന പണിഷ്മെന്റ് ആണ്. അള്ളാഹു നമുക്ക് തന്ന പണിഷ്മെന്റ് ആണ്. എന്താണെന്നറിയോ? വാപ്പായ വേണ്ട, ഉമ്മായ വേണ്ട,
വാപ്പ വൃദ്ധസദനത്തില്, ഉമ്മ വൃദ്ധസദനത്തില്, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും, ആ വാപ്പയും ഉമ്മയും ഇന്ന് നിനക്കൊരു ഭാരമായി തോന്നിയപ്പോൾ താനും തന്റെ തട്ടാനും തന്റെ പെണ്ടാട്ടിയുമെന്ന തത്വമനുസരിച്ച് കുട്ടിയോളും കെട്ടിയോളും മാത്രം ജീവിക്കുന്ന ചില സാഹചര്യങ്ങൾ. വാപ്പ എവിടെയെന്ന് ചോദിച്ചാൽ പറയും അനിയന്റെ വീട്ടിലാണ്, അനിയന്റെ വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ പറയും ജ്യേഷ്ഠന്റെ വീട്ടിലാണ്, ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ പറയും പെങ്ങളെ വീട്ടിലാണ്, പെങ്ങളെ വീട്ടിൽ പോയി ചോദിക്കുമ്പോ വാപ്പ ഇവിടെ എങ്ങും നിൽക്കൂല, അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടപ്പാ ജോലി എന്ന് പറയും. ആരും അവരെ നിർത്താൻ തയ്യാറല്ല. അവരുടെ മുറുക്കാൻ തുപ്പലും അവരുടെ പൊയിലെ ചവയ്ക്കലും അവരുടെ കട്ടം ബീഡി വലിക്കലും ഇതൊന്നും നമുക്കിപ്പോ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ കട്ടം ബീഡി വലിച്ചുകൊണ്ട് ആ തലയിൽ മണ്ണ് ചുമന്നിട്ട് നിന്നെ വളർത്തിയത്, ഇതേ മുറുക്കാൻ ചവച്ചുകൊണ്ടാണ് ആ പാവപ്പെട്ട മാതാപിതാക്കൾ കല്ല് ചുമന്നിട്ട് നിന്നെ വളർത്തിയത്. അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് നന്നായിട്ട് ഒന്ന് വിശ്രമിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പടച്ചവനോട് പോലും അവർക്ക് ചില ബാധ്യതകളിൽ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. കൃത്യമായി അവർ നമസ്കരിച്ചിരുന്നില്ല. നീ എന്ന മകന് വേണ്ടി, നീ എന്ന മകൾക്ക് വേണ്ടിയിട്ട് പെടുന്നതിനിടയിൽ അവർ നിസ്കാരം മറന്നിട്ടുണ്ടായിരുന്നു, അവർ നോമ്പ് പിടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അവര് സമ്പത്ത് മുഴുവനും ഹജ്ജിന് പോകാൻ വേണ്ടി മാറ്റിവെക്കാതെ, അതും നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നിനക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട്, നിനക്കൊരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അവര് കഷ്ടപ്പെട്ട പൈസ മുഴുവനും ഹജ്ജ് പോലും ചെയ്യാതെ അവര് മാറ്റിവെച്ചിട്ടും നിനക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇന്ന് നീ വലിയ വീടും നല്ല സുന്ദരിയായ ഭാര്യയും കുറെ മക്കളും ഒക്കെ ആയപ്പോ അവരുടെ ഈ കട്ടം വീട് നിനക്ക് വെറുപ്പ്, അവരുടെ മുറുക്ക് നിനക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത, അവരുടെ പൊയില നിനക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത. അങ്ങനെ കൂണുപോലെ വൃദ്ധസദനങ്ങൾ മുളച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ വേണ്ടാന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ച മക്കൾ ഇപ്പൊ ഓടുക. വാപ്പച്ചിയുടെ പേരെന്താ, ഉമ്മച്ചിയുടെ പേരെന്താ, വാപ്പാടെ ഉമ്മാടെ പേരെന്താ, ഉമ്മാടെ വാപ്പാടെ പേരെന്താ എന്ന് ചോദിച്ചിട്ട്, കാരണം ഇവൻ 2002-ൽ ഇവന്റെ പേര് ലിസ്റ്റിലില്ലാത്തതിന്റെ പേരിൽ വാപ്പാടെ പേരെന്നുണ്ടോ എന്ന് നോക്കി നടക്കാണ്. അതിനോട് മാച്ച് ചെയ്തിട്ട് മോഡിയുടെ ഇന്ത്യയില് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓടിക്കൊണ്ടിരിക്കാൻ. കാരണം എന്താ? എനിക്കിവിടെ ജീവിക്കണം, ഞാൻ ഉണ്ടാക്കിയത് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെന്താ വേണ്ടത്? എന്റെ പേര് അന്നത്തെ ലിസ്റ്റിലില്ല, അതുകൊണ്ട് എന്റെ വാപ്പാടെ കുടുംബം എനിക്കറിയണം, എങ്കിലേ അതുമായി മാച്ച് ചെയ്തിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓട്ടിച്ചു പടച്ച തമ്പുരാൻ. ഓടുകയാ, നിൽക്കുന്നില്ല, ഓട്ടം തന്നെയാണ്. ആ SIR ചില പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം BLOമാര് വീടുകളിൽ കൊണ്ടുവന്ന് ഫോം തന്നിട്ട് പോയപ്പോൾ അത് വാങ്ങിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഓടുന്ന ഓട്ടം കണ്ടാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആരും സഹിക്കാൻ പറ്റാത്ത ഓട്ടം ഓടുന്നത്. ഇപ്പൊ വാപ്പ വേണം, ഉമ്മ വേണം, കാരണം വാപ്പാടെ ഉമ്മാടെ പേരിനോട് മാച്ച് ചെയ്തിട്ട് വേണം ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ. ഇതൊക്കെ അള്ളാന്റെ പണിഷ്മെന്റാണ്, ഇത് പടച്ചോന്റെ പണിഷ്മെന്റാണ്. നമ്മളെ ആർക്കും ഒന്നും വേണ്ട, നമ്മളെ ഇന്ന് അകറ്റി നിർത്തുന്നു, നമുക്കൊരു വിലയുമില്ല, നമ്മൾ നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ടി വരുന്നു. മലപ്പുറം ജില്ലയിലാണ് നമ്മളുള്ളത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയ ധീരദേശാഭിമാനികളും ധീര രക്തസാക്ഷികളുമായ നൂറുകണക്കിന് ധീര കേസരികളുടെ നാട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളെ ആർക്കും വേണ്ടെങ്കിലും നാളെ നമ്മെ തേടി വരുന്നൊരു ദിവസമുണ്ട്. എപ്പോഴാണെന്നറിയോ? ഇത് പറയുമ്പോ അവർക്ക് ചിരിയുണ്ടാവും, ഇത് പറയുമ്പോ അവര് പല്ലിളിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ ഒരിക്കൽ പോലും പൊള്ളു പറയാറില്ല, ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ ഖുർആൻ സത്യമല്ലാത്തത് പറയില്ല. ഇത് പടച്ചവന്റെ കലാമാ, ഇത് അള്ളാഹുവിന്റെ കലാമാ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത പരിശുദ്ധ സന്ദേശമാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളെ പരലോകത്ത് ഈമാനിന്റെ പ്രകാശം പരന്നു നടക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം തേടിയിട്ട് ചില ആളുകൾ അവിടെ എത്തുകയാ. ആരാണെന്നറിയോ? ഇവിടെ വിശ്വാസമില്ലാതെ കപടന്മാരായി ജീവിച്ച ആളുകളുണ്ടല്ലോ. ഇവിടെ നമ്മളെ ഒറ്റ
ഒറ്റുകൊടുത്തവരുണ്ടല്ലോ, ഇവിടെ നമ്മളെ തള്ളിക്കളഞ്ഞവരുണ്ടല്ലോ, ഇവിടെ നമ്മളെ കുറ്റപ്പെടുത്തിയവരുണ്ടല്ലോ, വിമർശിച്ചവരുണ്ടല്ലോ, അവര് നാളെ പരലോകത്ത് വന്നിട്ട് നമ്മുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് യാചിക്കുകയാണ്. എന്താണ് അവര് ചോദിക്കുന്നതെന്നറിയോ? കപടന്മാരെ, കപട വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ലില്ലദീന ആമനൂ, മുഖത്തും അതുപോലെ പാർശ്വങ്ങളിലും ഈമാനിന്റെ പ്രകാശം പരത്തുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് അവർ യാചിക്കുകയാണ്. ഞങ്ങളെ കൂടി പരിഗണിക്കണേ, ഒരിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ അല്പമൊന്ന് കൊളുത്തിയെടുത്തോട്ടെ. ആ സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയും, പിന്നോട്ട് മാറി നിൽക്കടാ, നിങ്ങൾ ദുനിയാവിൽ പോയി പ്രകാശം കൊണ്ടുവരണം. ഇവിടെ ആരിൽ നിന്ന് സ്വായത്തമാക്കാൻ കഴിയില്ല, ഇവിടെ ആരിൽ നിങ്ങൾക്ക് പ്രകാശം കിട്ടില്ല. ഈ പ്രകാശം വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് കൊണ്ടുവരൂ ദുനിയാവില്. അവരോട് പറയുന്നു, നിങ്ങൾ ദുനിയാവിൽ പോയി പ്രകാശം കൊണ്ടുവന്നോ. അവിടെ ചെയ്യണമായിരുന്ന ഇബാദത്ത്, അവിടെ ചെയ്യണമായിരുന്ന കർമ്മങ്ങള്, അള്ളാഹുവിനെ ആരാധിക്കണമായിരുന്നു, മുത്തുനബിയെ സ്നേഹിക്കണമായിരുന്നു, പുണ്യബദരീങ്ങളോടുള്ള മഹബ്ബത്ത് രേഖപ്പെടുത്തണമായിരുന്നു, പാവപ്പെട്ടവനെ, പള്ളിയെ, മദ്രസയെ സഹായിക്കണമായിരുന്നു, മക്കളെ മതപരമായി വളർത്താൻ നീ തയ്യാറാകണമായിരുന്നു. എന്റെ വയലത്തൂരിലെ പെങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്ന് മുസ്ലിം പെണ്ണ് സോഷ്യൽ മീഡിയയിലെ നടുവിലാണ്. ഇന്ന് പൊതു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് മുസ്ലിം പെണ്ണ് എല്ലാ തികഞ്ഞവളായി അഭിനയിക്കുകയാണ്. പറയാ മുസ്ലിയാക്കന്മാർക്ക് അവസരമില്ല. പറഞ്ഞാ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ. ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് ചോദ്യം ചോദിക്കുന്നവന്റെ നേരെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു മുഴം മുമ്പേ എന്നുള്ള നിലയിൽ ഇന്ന് ആളുകൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ചാനൽ ചർച്ചകളിലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ആളുകൾ വരുമ്പോ, എന്റെ മുസ്ലിം പെണ്ണേ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഈ ദുനിയാവിൽ എപ്പോഴാണോ നിങ്ങളുടെ പ്രകാശത്തെ നിങ്ങൾ നേടിയെടുക്കുന്നത്, അത് പരലോകത്ത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് മാത്രമല്ല, ആ പ്രകാശത്തിൽ നിന്ന് കൈത്തിരുനാളത്തില് ഒരൽപ്പം പ്രകാശത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരോട് അല്ലാഹു പറയും, ഇർജിഊ വറാഅക്, പുറകിലോട്ട് പോടാ, എന്നിട്ടോ ഫൽതമിസൂ നൂറാ, ദുനിയാവിൽ പോയി നീ സമ്പാദിച്ചു വാടാ. വരാൻ പറ്റോ ദുനിയാവില്? മൈസറെ പോയാ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും? ഇവിടെ വല്ലതുകൊണ്ടോ? ഈ ആകാശമുണ്ടോ, ഭൂമിയുണ്ടോ? ഇവിടെ നാടുണ്ടോ, വൈലത്തൂരുണ്ടോ, തിരൂരുണ്ടോ, മലപ്പുറം ഉണ്ടോ, കേരളമുണ്ടോ, ഇന്ത്യ ഉണ്ടോ, ഏഷ്യയുണ്ടോ, ലോകമുണ്ടോ? ദുനിയാവ് ഒന്നുമില്ല. പടച്ച തമ്പുരാൻ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. പിന്നെ എവിടെ നിന്നുണ്ടാക്കും പ്രകാശം? അതുകൊണ്ട് എന്റെ വൈലത്തൂരിലെ സഹോദരങ്ങളെ, ഈമാനിന്റെ പ്രകാശം ഇവിടെ നിന്ന് നമ്മൾ സ്വായത്തമാക്കി പോണം. ചോദിച്ചു വരാൻ ആളുകളുണ്ട്, കൊടുക്കാൻ നമ്മളെ മനസ്സ് വെക്കൂല. ഈ ചോദ്യോത്തരത്തിന്റെ ഇടയിൽ അല്ലാഹ് പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ചില ആളുകൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും, എടാ നിങ്ങൾ അടിച്ചവരാണ് ഞങ്ങൾ, നിങ്ങളുടെ മദ്രസകളൊക്കെ JCBയുടെ മുകളിൽ കയറ്റിയവരാണ് ഞങ്ങൾ, നിങ്ങളുടെ പെണ്ണുങ്ങളെയൊക്കെ ബലാത്സംഗം ചെയ്തവരാണ് ഞങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴിയരികിൽ വെച്ച് കുത്തിക്കൊന്നവരാണ് ഞങ്ങൾ, നിങ്ങളുടെ പണ്ഡിതന്മാരെ തെറിവിളിച്ചവരാണ് ഞങ്ങൾ, നിങ്ങളുടെ പ്രവാചകനെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും അധിക്ഷേപിച്ചവരാണ് ഞങ്ങൾ. ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി വെട്ടം വേണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോണമല്ലോ. ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയാം. അങ്ങനെ അല്ലാഹു തആല കൃത്രിമമായിട്ട് ഇവന്റെ ഒക്കെ കയ്യില് ഒരു ചെറിയ പ്രകാശം കൊടുക്കുമെന്ന്, ഒരു ചെറിയ പ്രകാശം. ഈ പ്രകാശം കയ്യിൽ കിട്ടുമ്പോ ഇവനൊക്കെ കരുതുന്നത് അള്ളാഹുവിന്റെ പരലോകത്ത് പടച്ചോന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നു എന്നാണ്. ഈ പ്രകാശവും കൊണ്ട് സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തുമ്പോഴേക്ക് അത് കെട്ടുപോകും. കാരണം അത് കൃത്രിമമാണ്. അള്ളാഹു പരിഹസിക്കുകയാണ്, അള്ളാഹു അവനെ കളിയാക്കുകയാണ്. അവസാനം ഈ മുനാഫിക്കിന്റെ പ്രകാശം കെട്ടുപോകുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങൾ സിറാത്തിൽ വെച്ച് കാണുമ്പോൾ അവിടെ നിന്ന് ദുആ രക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താണെന്നറിയാ ദുആ? എന്താ ദുആ? ഒരു സത്യവിശ്വാസി മുനാഫിക്കിന്റെ കയ്യിൽ അല്ലാഹു കൊടുത്ത കൃത്രിമമായ പ്രകാശം പരലോകത്ത് വെച്ച് കെട്ടുപോകുന്നത് കണ്ടിട്ട്, കെട്ടുപോയ പ്രകാശത്തിന്റെ മധ്യത്തിൽ നിന്ന് നട്ടം തിരിയുന്നത് കാണുമ്പോ സത്യവിശ്വാസി ദുആ ചെയ്യും. എന്താ ദുആ എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്,
ഒരു സത്യവിശ്വാസി സത്യനിഷേധികളുടെ കയ്യിൽ അല്ലാഹു കൊടുത്ത പ്രകാശ സിറാത്ത് പാലത്തിൽ വെച്ച് കെട്ടുപോകുന്നത് കാണുമ്പോൾ അവനെ ദുആരക്കുന്നു യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ ഫഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തു തഹ്രീമിൽ അല്ലാഹു പറയുന്നുണ്ട് റബ്ബനാ അത്മിം ലനാ നൂറനാ, പടച്ചോനെ ഞങ്ങൾക്ക് തന്ന പ്രകാശം നീ കെടുത്തരുത്, അതിനെ നീ പൂർത്തീകരിച്ചു തരണം തമ്പുരാനെ. സ്വർഗ്ഗം എത്തുന്നത് വരെയും ഈ പ്രകാശം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അവിടെ എത്തണമല്ലോ. 3000 വർഷത്തെ വഴി ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ഒരു സാധാരണ സാമ്പ്രദായിക മൊല്ലമാരുടെ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗമായി, രാപ്രസംഗമായി, നിസ്സാരമായി ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് അടുത്ത ചെവി കൊണ്ട് പുറത്തേക്ക് കളഞ്ഞാൽ, ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയാൽ, ഇതിനെയൊക്കെ ഒരു വില കൽപ്പിക്കാതിരുന്നാൽ, ഇതിനൊരു വാല്യൂ കൊടുക്കാതിരുന്നാൽ, ഈ പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ വളരെ അനാദരവോടുകൂടി ഇതൊന്നും ശരിയായ കാര്യമല്ല ഈ പറയുന്നത് എന്ന ചിന്തയാണ് നിങ്ങൾക്കും എനിക്കുമുള്ളത് എങ്കിൽ ഓർത്തു വെച്ചോ, കുറിച്ചു വെച്ചോ. നാളെ പരലോകത്ത് പ്രകാശമില്ലാതെ നട്ടം തിരിയേണ്ടി വരും. നാളെ സങ്കേതം നരകമാകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അടിച്ചു വീശണം മുഖത്ത് നിന്ന് വെട്ടം. ആ പ്രകാശം ഇങ്ങനെ സ്ഫുരിക്കണം. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കാതെ ഇബാദത്തിലായി കഴിഞ്ഞ മഹത്തുക്കൾ, അവസാന ശ്വാസം വരെ ദീനീ മേഖലയിൽ ദീനീ ദഅവത്തിനായി കഴിഞ്ഞ പണ്ഡിത കേസരികൾ. കഴിഞ്ഞ 4-ാം തീയതി എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ശൈഖുനാ നൂറുൽ ഉലമാ കെ.പി. അബൂബക്കർ ഹസ്രത്ത്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്ന് 4 ദിവസമായി. 4-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ സുബഹിന്റെ സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. റജബ് മാസത്തിൽ വൈകുന്നേരം അസറിന്റെ സമയത്ത് കൊല്ലത്തെ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഖബറടക്കി. ആരായിരുന്നു? കെ.പി. അബൂബക്കർ ഹസ്രത്ത്. വടക്കൻ മലബാറിലുള്ളവർക്ക് ഒരു പക്ഷേ തിരിയണമെന്നില്ല. കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട കെ.പി. ഉസ്താദ് ആദ്യത്തെ ഫൈസിയാണ്. 35 പേര് ഉണ്ടായിരുന്ന ആദ്യകാലത്തെ ഫൈസിമാരിൽ ആദ്യത്തെ ഫൈസിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കെ.പി. അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദ. ആദ്യത്തെ ഫൈസി കോട്ടുമല ഉസ്താദിന്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ, ശംസുൽ ഉലമയുടെ ശിഷ്യൻ, ഖുതുബി ഉസ്താദിൽ നിന്ന് തുഹ്ഫ ഓതാൻ ഭാഗ്യം ലഭിച്ച മഹാൻ. ചെറിയ കാര്യമാണോ? കുമരമ്പത്തൂർ എ.പി. ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സതീർത്ഥ്യനായ കെ.പി. ഉസ്താദ്, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, അബ്ദുൽ നാസർ മഅദനിയെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർക്ക് ദീനീ ബോധനം നൽകിയ പ്രിയപ്പെട്ട പണ്ഡിതൻ, എന്റെ അഭിവന്ദ്യനായ ഗുരുനാഥൻ, അദ്ദേഹം മരണപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 85 വയസ്സിലധികം പ്രായമുണ്ടായിരുന്ന അവസാനം രോഗിയായി ആശുപത്രിയിൽ കഴിയുന്ന സമയം വരെയും കിതാബ് ദർസെടുത്തുകൊണ്ടിരുന്നു. എത്ര മഹത്തുക്കളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളവർ. മലബാറിലുള്ളവർക്ക് പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ നിലയിൽ ഇവിടെ നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അത്രയും നാൾ, കഴിവുള്ള കാലത്തോളം. ആരോഗ്യമുള്ള സമയത്ത് കൃത്യമായി പള്ളിയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, 5 നേരം നിസ്കരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരൻ പള്ളിയിൽ വരും. എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കും, ആരോഗ്യമുള്ള എന്റെ പിതാക്കന്മാര് മനസ്സിലാക്കും. ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ അവ്വൽ സഫില്, അവ്വൽ തക്ബീറില്, അവ്വൽ ജമാഅത്തില് അവര് നമസ്കരിക്കാനുണ്ട്. രോഗം പിടിപെട്ടുപോയി, ഇപ്പൊ ഒരു കിടപ്പാണ് വീട്ടിൽ. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും സങ്കടപ്പെടരുത്, നിങ്ങൾ വിഷമിക്കുകയേ ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ അവ്വൽ ജമാഅത്തിൽ, അവ്വൽ സഫിൽ, അവ്വൽ തക്ബീറിൽ നിസ്കരിക്കാൻ വന്നവരുടെ ലിസ്റ്റിൽ ആദ്യം എഴുതുന്നത് വന്നവരുടെ പേരല്ല, രോഗിയായി വീട്ടിൽ എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന നിന്റെ പേരാണ്. എന്തുകൊണ്ട്? ആരോഗ്യ സമയത്ത് നീ കൃത്യമായി ചെയ്താൽ, അനാരോഗ്യ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരോഗ്യ സമയത്തുള്ള തോതനുസരിച്ച് എഴുതി വെക്കുമെന്ന് പഠിപ്പിച്ചത് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ കയ്യിൽ ഇപ്പൊ പണമുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ വന്നതാണ്, കുറച്ച് കച്ചവടത്തിൽ പച്ച പിടിച്ചിട്ട് പൈസ ഉണ്ട്, മദ്രസയിൽ 10-45,000 രൂപ മാസം വേണം ഈ ഉസ്താദുമാർക്ക് സാലറി കൊടുക്കാൻ.
അപ്പോൾ നിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മാസത്തെ സാലറി കൊടുക്കാനുള്ള 10-40,000 രൂപ നിന്റെ കയ്യിലുണ്ട്. അത് നീ കൊടുത്ത് അൽഹംദുലില്ലാഹ്. നാളൊരു സമയത്ത് നിന്റെ വീട്ടിൽ വന്നിട്ട് ഒരാളൊരു 40 രൂപ ചോദിച്ചു കൊടുക്കാൻ നിന്റെ കയ്യിലില്ല. നിനക്ക് വിഷമം വേണ്ട. ഉള്ള സമയത്ത് നീ 40,000 രൂപ ചോദിച്ചപ്പോ കൊടുത്തവനല്ലേ? അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്തവനല്ലേ? അല്ലെങ്കിൽ 5,000 രൂപ കൊടുത്തവനല്ലേ? സമ്പത്ത് കാലത്ത് നീ ചെലവഴിച്ചതിന് പകരമായിട്ട് ആപത്ത് കാലത്ത് അല്ലാഹു തആല സമ്പത്ത് ചെലവഴിച്ചവരുടെ ലിസ്റ്റിൽ നിന്റെ പേര് രേഖപ്പെടുത്തും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമുക്ക് അമൽ ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യ സമയത്തും സമ്പത്ത് ഘട്ടത്തിലുമാണ്. സമ്പൽ സമൃദ്ധിയിലും ആരോഗ്യ സമയത്തും നമുക്ക് സമയം ചെലവഴിച്ച് ഇബാദത്ത് എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, സമ്പത്തില്ലാത്ത ദാരിദ്ര്യ ഘട്ടത്തിലും ആപത്ത് ഘട്ടത്തിലും അല്ലാഹു തആല നമുക്ക് എഴുതി രേഖപ്പെടുത്തി നമ്മുടെ ജീവിതത്തിന്റെ ഗതകാലത്തെ പരിശോധിച്ച് ഭാവി കാലത്തെ അല്ലാഹു തആല സുഹൃതന്മാരിൽ എഴുതി പിടിപ്പിക്കുമെങ്കിൽ നമ്മളുടെ പരലോകത്തെ പ്രകാശ വെട്ടം, അതിന്റെ വെളിച്ചം, അതിന്റെ ആ ഒരു പ്രോജ്വലത എത്ര വലുതാണ്. അല്ലാഹു ആ പ്രകാശം നമുക്ക് തരട്ടെ. കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് കത്തുകയും അണയുകയും കത്തുകയും കെട്ടുപോവുകയും ചെയ്യുന്ന ആ ഒരു ചെറിയ ഒരു പ്രകാശം കണ്ടാൽ എന്നാ നമ്മൾ സ്വർഗത്തിലെത്തുക? അത് പറ്റൂല. നമുക്ക് വേണ്ടത് പർവ്വതത്തിന്റെ വലിപ്പത്തിനുള്ള പ്രകാശമാണ്. നമുക്ക് ശരവേഗത്തിൽ പോകണം സ്വർഗത്തിലേക്ക്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ അനുഗ്രഹീതമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് തീരുമാനമെടുത്തു, അമല് ചെയ്തു. കിട്ടുന്ന അവസരങ്ങളിൽ അമലുകൾ ചെയ്തു. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, സത്യനിഷേധികളുടെ കയ്യിൽ അല്ലാഹു തആല കൃത്രിമമായിട്ട് ഒരു പ്രകാശത്തെ കൊടുത്തിട്ട് പൊക്കോടാ എന്ന് പറയുന്നു. ആ സിറാത്ത് പാലത്തിലൂടെ അവര് പ്രകാശവുമായിട്ട് കയറുമ്പോൾ, സഹോദരങ്ങളെ, ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? യൗമലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹു نورهم يسعى بين أيديهم بأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. പടച്ച റബ്ബ് പറയുകയാണ് സൂറത്തു തഹ്രീമില്, അല്ലാഹു പ്രവാചകരെയും അതുപോലെ വിശ്വാസികളെയും നാണം കെടുത്താത്ത ഒരു ദിവസമുണ്ട്. നൂറുഹും യസ്ആ ബൈന അയ്ദീഹിം ബിഅയ്മാനിഹിം, അവരുടെ മുഖത്തും അവരുടെ പാർശ്വങ്ങളിലും ആ പ്രകാശം ഇങ്ങനെ പരക്കുകയാണ്. യഖൂലൂന, അവർ വിളിച്ചു പറയുന്നു, അല്ലാഹ് റബ്ബനാ അത്മിം ലനാ നൂറനാ. ഈ മുനാഫിഖീങ്ങളുടെ പ്രകാശ പാതി വഴിയിൽ കെട്ടുപോയതുപോലെ ഞങ്ങളുടെ പ്രകാശത്തെ കെടുത്തല്ലേ അല്ലാഹ്. വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ കഴിവുമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ പ്രകാശത്തെ നീ കെടുത്തല്ലേ അല്ലാഹ്. പാപങ്ങൾ പുറത്തു തന്നിട്ട് ഞങ്ങളുടെ പ്രകാശത്തെ സമ്പൂർണ്ണമാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് വൈലത്തൂരിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്നോടും എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഈ ലോകത്ത് കഴിയുന്ന അമലുകൾ ചെയ്യണം. ആ അമലുകൾ വാരിക്കൂട്ടി ബദരീങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഇബാദത്തുകൾ ചെയ്തവരാ. ഇവിടെ ബദരീങ്ങളുടെ പേരിലല്ലേ നമ്മൾ മജ്‌ലിസ് നൂർ നടത്തിയത്. ഇവിടെ നമ്മൾ പറഞ്ഞതാരെ പറ്റിയാണ്? ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതുൻ കുബറാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പർവ്വത സമാനമായ ഈമാനിന്റെ ചങ്കൂറ്റത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയതായ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേരെടുത്തു പറഞ്ഞ ബദരീങ്ങളുണ്ടല്ലോ. വലഖദ് നസറകുമുല്ലാഹു ബിബദരി വഅൻതും അദില്ലാ. ന്യൂനപക്ഷമായിരിക്കവേ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ബദരീങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ തോന്നിയത് ചെയ്തോളൂ, നിങ്ങൾക്കെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുകയാണ് എന്ന് ലോകത്ത് പറയപ്പെട്ട ഒരേ ഒരു വിഭാഗമാണ് ബദരീങ്ങള്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുകയാണെന്ന് ബദരീങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ പടച്ചവന് പറഞ്ഞത് അറിയിച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നല്ലതല്ലാതെ മറ്റൊന്നും ചെയ്യാത്തവരാണ് ബദരീങ്ങളെന്ന് അല്ലാഹുക്കറിയാം. ആയിഷ ബീവി
റളിയല്ലാഹു അൻഹ ജീവിതത്തില് ഏറ്റവും കരഞ്ഞുപോയ സമയമല്ലേ അപവാദ പ്രചരണം നടന്നത്. ആ അപവാദ പ്രചരണങ്ങളെ നടത്തിയവരുടെ കൂട്ടത്തില് മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ബദരിയാണ്. അദ്ദേഹം അറിയാതെ ആ ഒരു അപവാദത്തിന് ഇരയായി പോവുകയാണ്. അദ്ദേഹം അത് ജനങ്ങളോട് പങ്കുവച്ച് ഷെയർ ചെയ്തവരിൽ പെട്ടുപോയി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്നിട്ട് ആ സഹാബിയുടെ പ്രിയപ്പെട്ട ഉമ്മ ശാപത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, ബദരിയായ ഒരു സഹാബിയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്നാണ്. സഹോദരങ്ങളെ, മദീനയുടെ വിവരങ്ങളും മക്കക്കാർക്ക് ചോർത്തി കൊടുത്ത ഒരു ചെറിയ ചാരപ്പണി നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഹാത്തിബ് എന്ന് പറയുന്ന സഹാബി അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ പരസ്യമായിട്ട് വന്ന് മാപ്പ് ചോദിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഹാത്തിബ് ബിൻ അബീ ബൽതഅ ബദരിയായതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബദരീങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ തലയിൽ തൊപ്പി വെക്കാൻ, ഈ തലയിൽ തൊപ്പി വെക്കാൻ എനിക്ക് കഴിഞ്ഞത്. അത് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ മുഗളന്മാര് ഭരിച്ചത് കൊണ്ടല്ല, ഈ രാജ്യത്തെ മുഗളന്മാര് ഭരിച്ചത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് എന്റെ തലയിൽ ഈ തൊപ്പി വെക്കാൻ, നിങ്ങളുടെ തലയിൽ തൊപ്പി വെക്കാൻ, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഹിജാബ് ധരിക്കാനും ആ മഫ്ത ഇടാനും പർദ്ദ ഇടാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ മജ്‌ലിസ് നൂർ നടത്തിയല്ലോ. ഇവിടെ നമ്മളെ മജ്‌ലിസ് നൂർ ഓതിയല്ലോ. ഇത് ഓതാനുള്ള കാരണക്കാരാണ്? പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളാണ്. അന്ന് ബദർ യുദ്ധത്തിൽ അവരെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ, ആ ബദറിൽ അവരെ തോറ്റുപോയിരുന്നെങ്കിൽ അല്ലാഹുവിനോട് റസൂൽ ദുആലെന്താണ്? പടച്ചവനെ, ഈ ദുനിയാവിൽ നിന്നെ സുജൂദ് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവൂല. അതുകൊണ്ട് സഹായിക്കണം, അതുകൊണ്ട് സഹായിക്കണം. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബദരീങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം സഹിച്ചവരാണ്. അവര് കഴിയുന്ന സമയങ്ങളിൽ ഇബാദത്തുകൾ ചെയ്തവരാണ്. അവർക്ക് വാശിയായിരുന്നു സഹാബത്തിന്. നമുക്കെന്ത് വാശിയാണ്? നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യില്ലെങ്കിൽ ചെയ്യൂല. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇബാദത്ത് ഇല്ലെങ്കിൽ ഇബാദത്ത്. ആ ഒരു നിലയിൽ നമ്മുടെ ആരാധനകൾ ശോഷിച്ച് 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 നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് ബലഹീനത സംഭവിച്ചിരിക്കുന്നു. നാളെ പരലോകത്ത് എന്ത് കത്താനാ, എന്ത് പ്രകാശിക്കാനാ, എന്ത് കരുതിയാ നമ്മൾ ഇരിക്കുന്നേ? ഈ പ്രസംഗം അന്ന് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. ഈ പറഞ്ഞ വാക്കുകൾ പടച്ചോനെ ഞാൻ ഈ പറയുന്ന വൈലത്തൂരിൽ പറഞ്ഞല്ലോ എന്ന് ഈ പറഞ്ഞ ഞാൻ നാളെ വന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ അമലുകൾ ചെയ്താൽ മാത്രമേ നാളെ പരലോകത്ത് നൂറുഹും ബൈന ഐദീഹിം നമ്മളുടെ പ്രകാശം പരന്നു നടക്കുകയുള്ളൂ. ആ പ്രകാശം കണ്ടിട്ട് വേണം സിറാത്തിലൂടെ സ്വർഗത്തിലെത്താൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മത്സരം എന്തായിരുന്നെന്നറിയോ സഹാബത്തിന്റേത്? സഹാബത്തിന്റെ മത്സരം എന്തായിരുന്നു? ഇന്നിപ്പോ നമ്മുടെ മദ്രസയിൽ ഒരുപാട് ചെലവുണ്ട്. ആ മദ്രസയിലെ ചെലവ് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ശമ്പളം കൊടുക്കും. ശമ്പളം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ശമ്പളം എത്രയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്നും ശമ്പളം കൂട്ടാത്ത ഒരു വിഭാഗം, ശമ്പളം കൂട്ടാൻ വേണ്ടി സമരം ചെയ്യാത്തൊരു വിഭാഗം, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു വിഭാഗം ഈ പാവപ്പെട്ട ഉലമാക്കളാണ്. എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താ? നിങ്ങൾ ആരും എനിക്ക് ശമ്പളം തരുന്നവരല്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും പണ്ഡിതന്മാർ ഇന്ന് വരെ സമസ്ത AP സമസ്തയുണ്ട്, EK സമസ്തയുണ്ട്, കേരള സംസ്ഥാന ജമിയത്തുലമയുണ്ട്, ദക്ഷിണ കേരള ജമിയത്തുലമയുണ്ട്, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഈ ജംഇയ്യത്തുൽ ഉലമകളുടെ ലെറ്റർ പേഡിൽ ഇന്ന് വരെ ഞങ്ങളുടെ മദ്രസ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് മഹല്ല് ഭാരവാഹികൾ ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഇറക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ശമ്പള സ്കെയിൽ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം കിടന്നിട്ടില്ലേ? MLA-മാർക്ക് ശമ്പളം പോരാന്ന് പറഞ്ഞിട്ട് സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ?
മന്ത്രിമാർക്ക് ഉള്ള വാഹനങ്ങൾ പോരാഞ്ഞിട്ട് വാഹനങ്ങളുടെ മേൽ വാഹനങ്ങൾ എടുക്കാൻ എന്റെയും നിങ്ങളുടെയും വിയർപ്പിന്റെ നികുതി പണങ്ങൾ കൊണ്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പട്ടിണി പേക്കോലങ്ങളായി നാട്ടിലുള്ള പാവപ്പെട്ടവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് അമ്മയ്ക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും 2 മക്കൾക്കും അന്നം കൊടുക്കാനുള്ള ജോലിയില്ലാത്തതിന്റെ പേരിൽ ജോലി തേടി ഇറങ്ങിയിട്ട് പാലക്കാടിന്റെയും കോയമ്പത്തൂരിന്റെയും മധ്യഭാഗത്ത് വെച്ച് കേരള തമിഴ്നാട് ബോർഡറിൽ വെച്ചിട്ട് വാളയാറ് ചെക്ക് പോസ്റ്റിന്റെ സമീപത്ത് വെച്ച് ജോലി അന്വേഷിച്ചു വന്ന റാം നാരായണൻ എന്ന് പറയുന്ന 32 വയസ്സുകാരനായ ഛത്തീസ്ഗഡ് സ്വദേശിയെ 10-25ഓളം വരുന്ന തൊഴിലുറപ്പിന്റെ പേരിൽ എല്ലാ ഒത്താശകളും കിട്ടുമെന്ന പ്രതീക്ഷയോടെ വർഗീയ ഫാസിസ്റ്റിന്റെ പ്രതിനിധികൾ അടിച്ചടിച്ച് കൊന്നിട്ട് തൃശൂർ ജില്ലയിലെ തൃശൂർ മെഡിക്കൽ കോളേജിലെ സർജനായ പോസ്റ്റ്മോർട്ടം സർജറി നടത്തുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം കുറിപ്പെഴുതുകയാണ്, പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തുന്ന ഒരു ബോഡിയിൽ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്റെ കണ്ണിൽ കണ്ട ഏറ്റവും വലിയ ദാരുണമായ ഒരു കൊലപാതകമാണിത്. 85ഓളം അടിയടിച്ചിരിക്കുന്നു, ആന്തരിക അവയവങ്ങളൊക്കെ തകർന്നിരിക്കുന്നു. ചോദിച്ചു, നീ ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചിട്ട്, അതായത് നീ പച്ചക്കിരി മുസ്ലിമാനോടാ എന്ന് ചോദിച്ചിട്ടാണ് അടിച്ചത്. ആ അടി കിട്ടിയിട്ട് തലകുലുക്കുന്ന പാവപ്പെട്ടവന് ഭാഷ അറിയാതെ വന്നപ്പോൾ അടിച്ചവന്റെ ശരീരത്തെ തല്ലിച്ചതച്ചിട്ട് ആന്തരിക അവയവങ്ങൾ തല്ലിത്തകർത്തിട്ട് കൊന്നുകളഞ്ഞപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് 3 ട്രെയിൻ കയറിയിട്ട് പാവപ്പെട്ട ഭാര്യ തൃശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ മുമ്പിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വെട്ടിക്കീറിയ ശരീരത്തെ കണ്ടിട്ട് വിരുമ്പുന്ന ആ മുഖം പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ടവൻ അല്പം ഭക്ഷണത്തിന് വേണ്ടി അട്ടപ്പാടിയിൽ പാലക്കാട് ജില്ലയിൽ മധു എന്ന പേരുള്ള പാവപ്പെട്ട ഒരു സഹോദരൻ അല്പം അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ കോടികൾ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടിലും ഇല്ലേ? അഴിമതിയുടെ കണക്ക് മാത്രം പറയാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപ തിന്ന് തന്റെ മക്കൾക്ക് കൊടുത്ത് പള്ള ഭരിപ്പിച്ച എത്ര ആളുകൾ ഇവിടെ വിലസി നടക്കുന്നു. നമ്മുടെ നികുതി പണം കൊണ്ട് എത്ര കള്ള കോടീശ്വരന്മാര്, കള്ളന്മാര് രാജ്യം വിട്ടുപോയിട്ട് വേറെ എവിടെയൊക്കെ താമസിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്പം അരിക്ക് വേണ്ടിയിട്ട്, അല്പം അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് വിശന്നപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അങ്ങനെ നാട്ടിലുള്ള ആളുകൾ പട്ടിണി കിടക്കുമ്പോഴും മന്ത്രി പുങ്കവന്മാർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും വാഹനങ്ങൾ വാങ്ങാനും അവർക്ക് ശമ്പളം കൂട്ടാനും ഒക്കെ സമരങ്ങൾ നടക്കുമ്പോ ഇന്നുവരെ ഏതെങ്കിലും ഒരു മദ്രസയുടെ മുഅല്ലിമ് മദ്രസയുടെ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ വന്നിട്ട് നിരാഹാരം ഇരുന്നിട്ടുണ്ടോ? എനിക്ക് അല്പം ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് 10,000 രൂപയും 15,000 രൂപയും തന്നല്ലോ ശമ്പളം കൊടുക്കുന്നത്. 1,50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് തികയാതെ വരുമ്പോൾ അവര് വാങ്ങുന്ന മീനും, അവര് വാങ്ങുന്ന പത്രവും, അവര് വാങ്ങുന്ന പാലും, അവര് വാങ്ങുന്ന അരിയും, അവര് വാങ്ങുന്നത് പോലെ മക്കൾക്ക് ഫീസും അതുപോലെ തന്നെ എല്ലാം കൊടുത്തിട്ട് അവരടിക്കുന്നത് പോലെ ചെറിയ വാഹനത്തിൽ പെട്രോളും ഡീസലും അടിച്ചിട്ട് ജീവിക്കുമ്പോൾ 15,000 രൂപ അവർക്ക് അല്ലാഹു തആല ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാർക്ക് 15,000 രൂപ അതൊരു ബറക്കത്തായിട്ട് അല്ലാഹു തആല അവരുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സന്ദർഭം നിങ്ങൾ നോക്ക്. ശമ്പളം കൂട്ടണം. എന്റെ അഭിപ്രായത്തിൽ 30,000 സാലറി കൊടുക്കണം. എന്തിനാ പടച്ചോന്റെ പള്ളിക്ക് പൈസ? ഞാൻ എന്റെ പള്ളിക്കാരോട് ചോദിക്കും, എന്തിനാ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പള്ളിയുടെ അക്കൗണ്ടിൽ പൈസ എന്തിനാ? പടച്ചോന് പൈസ എന്തിനാ? അള്ളാഹ്ക്ക് പൈസ എന്തിനാ? നിങ്ങൾ ആലോചിക്കുക. ഈ ലോകത്ത് ജീവിക്കേണ്ട ഉലമാക്കൾക്ക് അങ്ങനെ വരുമ്പോഴാണ് മുസ്ലിയാക്കന്മാരെ സൈഡ് ബിസിനസിന് പോകുന്നത്. അവർക്ക് അവരുടെ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോഴാണ് അവര് തൊപ്പിക്കച്ചവടം നടത്താൻ പോകുന്നത്, അവർ അപ്പർ കച്ചവടം നടത്താൻ പോകുന്നത്. അവര് ചെറുകിട വ്യവസായങ്ങൾ നടത്തുമ്പോ മദ്രസയിൽ അവർക്ക് ചിലപ്പോൾ ഓടിയെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. വഴിയരികിലിരുന്ന് അത്തര കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ട ഒരു മുസ്ലിയാർക്ക് ളുഹർ നിസ്കരിക്കാൻ ഇമാമത്തിന് ജമാഅത്തിന് വരാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരൂല. ഒരു വക്കത്ത് ജമാഅത്തിന് നഷ്ടപ്പെടുത്തു എന്ന് കാരണത്താൽ അയാൾ ഡിസ്മിസ് ചെയ്തിട്ട് പള്ളിയിൽ നിറക്കി വിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും ഉലമാക്കളോട് ചില ആളുകൾക്കൊക്കെ ഒരു സവർണ മനോഭാവമാണ് ചില കമ്മിറ്റിക്കാർക്ക്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ള മഹല്ലുകളിലൊക്കെ പ്രസംഗത്തിൽ വിളിക്കുമ്പോൾ നന്നായിട്ട് ഞാൻ പറയാറുണ്ട്. പിന്നെ ഇതുവരെ അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് അവിടെ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പണ്ഡിതന്മാരും
മന്ത്രിമാരുടെയും ശമ്പളം ചെറിയ ചെറിയ ശമ്പളം കൂട്ടുമ്പോ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ഉള്ളപ്പോ നല്ലൊരു എമൗണ്ട് വരും. ഇവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തങ്ങളെ ഒരു 40,000 രൂപ ആണ് അല്ലേ, 45,000 രൂപ ഈ നമ്മുടെ മദ്രസയിൽ വേണം ശമ്പളം കൊടുക്കാൻ. എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ചോദിച്ചിട്ട് കാൽക്കുലേഷൻ നടത്തി ഇപ്പൊ അറിയാം ശമ്പളം. ഞാൻ ചോദിക്കുന്നില്ല ആ ഭാഗത്തേക്ക്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമ്പത്ത് ചെലവഴിക്കാൻ നിങ്ങളോട് അല്ലെങ്കിൽ എന്നോട് ഒരവസരം അള്ളാഹു തന്നിട്ട് പറയുമ്പോൾ നമുക്ക് വലിയ മടിയാണ്. എന്നാ നിങ്ങൾക്കറിയോ അമലുകൾ ചെയ്യാനുള്ള ധൃതി എത്രയായിരുന്നു? കാരണം പരലോകത്തെ പ്രകാശം ഇവിടെ നിന്ന് സമ്പാദിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ മഹാന്മാരായ സഹാബത്ത് ഒരിക്കൽ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, പടച്ചവന്റെ പ്രവാചകരെ ചോദിക്കട്ടെ, ഞങ്ങൾ സമ്പന്നരായ ആളുകൾ പെട്ടെന്ന് അല്ലാഹുവിന്റെ അടുക്കലെത്തുമല്ലോ, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണല്ലോ, അവർക്ക് ഒരുപാട് പുണ്യം കിട്ടുമല്ലോ, അവര് നിസ്കരിക്കും പോലെ ഞങ്ങളും നിസ്കരിക്കുന്നു, അവര് നോമ്പ് പിടിക്കും പോലെ ഞങ്ങളും നോമ്പ് പിടിക്കുന്നു, അവര് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ അവർ ഞങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ അവർ ഹജ്ജ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അവർക്ക് പണമുണ്ട്. അവര് ധർമ്മം ചെയ്യുന്നു, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അവർക്ക് പണമുണ്ട്. അവര് യുദ്ധത്തിന് വരുന്നുണ്ട്, അവർക്ക് വാളുകളും പരിചയം വാങ്ങാൻ പൈസയുണ്ട്, പടയങ്കി വാങ്ങാൻ, പടക്കോപ്പ് വാങ്ങാൻ അവരുടെ കയ്യിൽ പണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബേ, പടച്ചവന്റെ അടുക്കൽ അവര് ഏറ്റവും ഉന്നതരാകും, ഞങ്ങളിങ്ങ് താഴെ തട്ടിലാകുമല്ലോ. അവരുടെ വെപ്രാളവും ആദിയും അവരുടെ സങ്കടവും ഇതാണ്, ഞങ്ങൾക്ക് നാളെ പരലോകത്ത് പ്രതിഫലം കുറഞ്ഞു പോകുമെന്ന്. ആ പാവപ്പെട്ടവരോട് ശ്രദ്ധിച്ചു കേൾക്കണം, രസകരമാണ്. ആ പാവപ്പെട്ടവരടുത്തേക്ക് വിളിച്ചിരുത്തി ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ കയ്യിലെ പണമില്ലല്ലേ, ഹജ്ജിന് പോകാൻ നിങ്ങളുടെ കയ്യിലെ പണമില്ല, യുദ്ധത്തിന് പോകാൻ നിങ്ങളുടെ കയ്യിലെ പണമില്ല, നിങ്ങളും നിസ്കരിക്കുന്നുണ്ട് അവരും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നോമ്പൊടിക്കുന്നുണ്ട് അവരും നോമ്പൊടിക്കുന്നുണ്ടല്ലേ? അതേ നബിയെ, എന്നാൽ നിങ്ങൾക്ക് അവരെക്കാൾ മുൻകടന്നു പോകാൻ ഞാനൊരു പണി പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് അവരെക്കാൾ മുൻകടന്നു പോകാൻ ഞാനൊരു പണി പറഞ്ഞു തരട്ടെ. ബലായ റസൂലല്ലാഹ്, സമ്പന്നരെക്കാൾ മുമ്പിലെത്താൻ, അവരെക്കാൾ മുമ്പിലേക്ക് എത്തിച്ചേരാൻ, അവരെ പിന്നിലാക്കിയിട്ട് ഓടാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, നിസ്കാരം കഴിഞ്ഞിട്ട് അടങ്ങി അവിടെ ഇരുന്നിട്ട് 33 സുബ്ഹാനല്ലാഹ് ചൊല്ല്, 33 അൽഹംദുലില്ലാഹ് ചൊല്ല്, 34 അല്ലാഹു അക്ബർ ചൊല്ല്. അങ്ങനെ 100 ദിക്ർ നിങ്ങൾ പൂർത്തിയാക്കിയാൽ സമ്പന്നര് ധർമ്മം ചെയ്ത് ഹജ്ജ് ചെയ്ത് യുദ്ധം ചെയ്ത് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ ഇതൊന്നും ചെയ്യാനില്ലാത്ത നിങ്ങൾക്ക് അവരെ മുൻകടക്കാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സന്തോഷമായി, ഞങ്ങൾ അവരെ പിന്നിലാക്കിയല്ലോ. ഇത് ഓട്ടമത്സരം നടത്തിയിട്ട്, ഓണത്തിന് ഓട്ടമത്സരം നടത്തിയിട്ട് ഒരു കൊല പഴം കിട്ടുന്ന മത്സരമല്ല. ഇത് മകളെ അരപ്പാവാട ഉടുത്ത് പാട്ട് പാടിപ്പിച്ചിട്ട് കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങുന്നതല്ല പെങ്ങളെ. ഇതെന്താണ്? ഞങ്ങളെ പിന്നിലാക്കിയത് സമ്പന്നരെയാണ്. ഞങ്ങൾക്ക് സ്വർഗത്തിൽ അവരൊക്കെ മുൻകടക്കാൻ പറ്റുമല്ലോ. ആർത്തി അവിടെയാണ്. ഈ ദുനിയാവിൽ അവർ അമല് ചെയ്യുന്നത് പരലോകത്തവരുടെ പ്രകാശം വർദ്ധിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, സന്തോഷത്തോടെ പാവങ്ങൾ പടിയിറങ്ങി. പക്ഷേ കുറച്ച് നാളങ്ങ് കഴിഞ്ഞപ്പോ ഒരിക്കൽ അവര് അതേപോലെ തിരിച്ചു വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു പരാതി പറയട്ടെ. എന്താ സഹാബ, നിങ്ങൾ പറഞ്ഞോളൂ. നബിയേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്ന കാര്യം അവരോട് പറഞ്ഞു കൊടുത്തോ? എന്താ നബി തങ്ങളെ ചോദിക്കാണ്, എന്തു പറ്റി? അല്ലാഹുവിന്റെ റസൂലേ, അവര് സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, അവര് ധർമ്മം ചെയ്യുന്നുണ്ട്, അവര് യുദ്ധം ചെയ്യുന്നുണ്ട്, അവര് ഹജ്ജ് ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല. അവര് ഞങ്ങളെ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെക്കാൾ അവര് മുൻകടന്നില്ലേ? അവരെ പിന്നിലാക്കി ഞങ്ങളെ മുൻകടക്കാരല്ലേ ഞങ്ങൾക്ക് ദിക്ർ പറഞ്ഞു തന്നത്? ഞങ്ങൾ മുടങ്ങാതെ ചെയ്തു. പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്തായി ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ
സമ്പന്നരും ചൊല്ലുന്നുണ്ട് റസൂലേ, അവരെ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് മുടങ്ങുന്നില്ല, അൽഹംദുലില്ലാഹ് മുടക്കുന്നില്ല, അല്ലാഹു അക്ബർ അവര് മുടക്കുന്നില്ല. നബിയേ, വീണ്ടും ഞങ്ങള് പിന്നിലായല്ലോ, വീണ്ടും ഞങ്ങള് പിന്നിലായല്ലോ. എന്ത് മറുപടിയാ കൊടുക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ദാലിക ഫളലുല്ലാഹി യുതീഹി മയ്യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് സഹാബ. മത്സരം ഇതായിരുന്നു അവരുടേത്, അവർക്കിതായിരുന്നു മത്സരം. ഒരാള് 50,000 രൂപ നിസ്സാരമായിട്ട്, ഞാൻ ചോദിക്കട്ടെ, നിസ്സാരമായിട്ട് ഒരു വണ്ടി എടുത്തു. ആ വണ്ടിക്കൊരു നമ്പർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ 786 ആയിക്കോട്ടെ, 786. ആ നമ്പർ എടുത്തു. 2 പേര് വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു, 2 പേര് ബുക്ക് ചെയ്തു. ലേലം വിളി തുടങ്ങി. അയാൾ 25,000 പറഞ്ഞു, ഇയാൾ 35,000 പറഞ്ഞു, അയാൾ 45,000 പറഞ്ഞു, ഇയാൾ 55,000 പറഞ്ഞു. അത് ദുനിയാവിലെ ഒരു നമ്പറിന് വേണ്ടി, ഏത് നമ്പറായാലും എന്താ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പള്ളിക്കൊരാളെ സഹായിക്കാൻ ഇവിടെ ഒരു 10,000 കൊടുത്തു ഒരു ഹാജിയാര്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഒരു 10,000 കൊടുത്തു. ആ ഹാജിയാരുടെ കൂട്ടുകാരനായ അടുത്ത ഹാജിയാര് അവൻ 10 കൊടുത്തു, ഞാൻ 20 എന്ന് പറയുന്നത് ഈ ലോകത്തുകളോട് കണ്ടിട്ടുണ്ട്. മത്സരം ഭൗതിക ലോകത്തെ ആർത്തികൾക്ക് വേണ്ടി, ആസ്വാദനങ്ങൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി, ഒരിക്കലും ദുനിയാവിന് വേണ്ടിയിട്ടല്ലാതെ ആരും മത്സരിക്കുന്നില്ല. മത്സരിക്കുന്നവരെ മത്സരിക്കാൻ മാത്സര്യബുദ്ധിയോടെ അമൽ ചെയ്യണേ പെങ്ങളെ. അവൾ ഒരു ഖത്മ തീർത്താൽ എനിക്ക് 2 ഖത്മ തീർക്കണം. അവൾ 101 സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് 201 സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ മത്സരിച്ച് അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ച അല്ലാഹ് പറയുകയാണ്, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ മുന്നിലും പാർശ്വങ്ങളിലും പ്രകാശം പരത്തുന്നതായി കാണാൻ കഴിയും. അതപ്പറേ ഈമാനിന്റെ പ്രകാശം, അതാണ് ഈമാനിന്റെ പ്രകാശം. ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഈമാനിന്റെ പ്രകാശങ്ങളാണ്, അമലുകളാണ് നാളെ പ്രകാശമായിട്ട് നാളെ പരലോകത്ത് വരിക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാനിന്റെ പ്രകാശം നമുക്ക് കിട്ടാൻ നമ്മൾ ഈ ലോകത്ത് വെച്ച് അമലുകൾ ചെയ്യണം. ഞാനൊരു അമല് പറഞ്ഞു തരാം, ഒരൊറ്റ അമല്, ഹദീസിൽ നിന്നൊരു അമലും ഖുർആനിൽ നിന്നൊരു അമലും. ഇത് രണ്ടും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ദുആക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കും. അല്ലാഹു നമുക്ക് അമല് ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹോദരിമാരെ നന്നായിട്ട് കേട്ടോ, ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഞാന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിച്ച അതീവ ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. സഹാബത്തി ചോദിച്ചു, ഞങ്ങളല്ലേ? അല്ല, ബൽ അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്താണ്, എന്റെ സഹവാസികളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സഹോദരങ്ങളെയാണ്. ആരാണ് റസൂലേ? അവര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞവര് വന്നിട്ടില്ല, വരാനിരിക്കുന്നവരാണ്. ഈ വൈലത്തൂരിലെ മണ്ണാറക്കല്ലിലെ നിങ്ങളെ പറ്റിയാണ്, തിരുവനന്തപുരം ജില്ലയിലെ പനവൂരിലുള്ള എന്നെ പറ്റിയാണ് റസൂല് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളാണത്. നമ്മളെ കാണാൻ റസൂല് കൊതിയോടെ, ആർത്തിയോടെ, ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ കാത്തിരിക്കുകയാണ് നമ്മളെ ഒന്ന് കാണാൻ. നമ്മളെ കാണാൻ റസൂല് കാത്തിരിക്കാൻ. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, അവര് വന്നാൽ പരലോകത്ത് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും അവരെ? കാരണം പരലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ഈസാ നബി വരെയുള്ള ലക്ഷോപലക്ഷം പ്രവാചകന്മാരുടെ അനുയായികൾ നാളെ പരലോകത്ത് വരൂലേ? എങ്ങനെ തിരിച്ചറിയും? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ തിരിച്ചറിയാനുള്ള അടയാളം പറയാൻ. എങ്ങനെ തിരിച്ചറിയും? ഭാഷ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമോ?
ഭാഷ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെ അറിയാൻ പറ്റും? മരിക്കുന്നത് വരെ ഉള്ളൂ ഹിന്ദി, മരിക്കുന്നത് വരെ ഉള്ളൂ ഇംഗ്ലീഷ്, മരിക്കുന്നത് വരെ ഉള്ളൂ പിന്നെ മലയാളം, മരിക്കുന്നത് വരെ ഉള്ളൂ കന്നഡ, മരിക്കുന്നത് വരെ ഉള്ളൂ ബംഗാൾ, മരിക്കുന്നത് വരെ ഉള്ളൂ മറ്റുള്ള ഏത് ഭാഷയും. മരിച്ചാ പിന്നെ ഒറ്റ ഭാഷയേ ഉള്ളൂ. ഏതാ 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 ഏത് ഭാഷ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇന്നി ഉഹിബ്ബുൽ അറബ ലിസലാസ്, ഇന്നി അറബിയുൻ വലിസാനുൽ ഖുർആനി അറബിയുൻ വലിസാനുൽ ജന്നത്തി അറബി. സ്വർഗീയ ഭാഷ അറബിയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിലല്ല ഖബറിൽ ചോദിക്കുന്നത്. അള്ളാഹു ആ സമയത്ത് അതിനുള്ള മറുപടി കൊടുക്കാൻ എല്ലാ ഭാഷയും അല്ലാഹു തആല, ഏത് ഭാഷക്കാരനും അല്ലാഹു തആല ഈ അറബി വഴങ്ങുന്ന രീതിയിൽ അവന് സൗകര്യം ചെയ്തു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭാഷ കൊണ്ട് തിരിച്ചറിയാൻ പറ്റൂല, വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റൂല. ഇപ്പൊ കേരളത്തിലെ മുസ്ലിയാക്കന്മാരാണെങ്കിൽ പണ്ഡിതന്മാരാണെങ്കിൽ അറിയാം, ഒന്നുകിലും മുണ്ട് ജുബ്ബ, അല്ലെങ്കിൽ ആ തലയെക്കെട്ട്, അല്ല കമീസ്, ഇങ്ങനെയൊക്കെയാണല്ലോ അവരുടെ വേഷം. ഈജിപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ സൂട്ടും കോട്ടും ഒക്കെയാണ് അവരിരിക്കുന്ന പണ്ഡിതന്മാര്. അവര് ടൈയൊക്കെ കെട്ടി നടക്കും, മഹാപണ്ഡിതന്മാരാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ കമീസ് കന്തൂറയായിരിക്കും. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാൻ പറ്റുമോ? അന്ന് ആർക്കെങ്കിലും തുണി ഉണ്ടായിട്ട് വേണ്ടേ വേഷം കണ്ട് തിരിച്ചറിയാൻ? എല്ലാരും പരിപൂർണ്ണ നഗ്നരല്ലേ? ഒരാള് പോലും ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ പരലോകത്ത് വരുമെന്നല്ലേ റസൂല് പറഞ്ഞത്? ആദ്യമായിട്ട് തുണി ഉടുപ്പിക്കപ്പെടുന്നത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും നഗ്നരാണ്. കുല്ലുക്കും ആരിൻ, എല്ലാവരും നഗ്നരാണ്, എല്ലാവരും പരിപൂർണ്ണ നഗ്നരാണ്. അതുകൊണ്ട് വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല, ഭാഷ കൊണ്ടറിയില്ല. പിന്നെ എങ്ങനെ അറിയും? റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തെ നാളെ പരലോകത്ത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നബിയേ? അല്ലാഹുവിന്റെ തിരുദൂതൻ എവിടെന്ന് പറഞ്ഞു, ഞാൻ എന്റെ സമൂഹത്തെ തിരിച്ചറിയുന്നത് ഖുർറൻ മുഹജ്ജലീ മിൻ ആസാരിൽ വുളൂ. എന്റെ സമുദായത്തെ ഞാൻ തിരിച്ചറിയുന്നത് എന്റെ ഉമ്മത്തികൾക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അവരുടെ കൈ മുട്ടുമുതൽ താഴേക്ക് വിരലുകൾ വരെ, കാലിന്റെ മടമ്പം കാല് മുതൽ കാൽപ്പത്തി കാലിന്റെ വിരലുകൾ വരെ, അവരുടെ മുഖത്ത് നെറ്റിയിൽ മുടി കിളയ്ക്കുന്നത് മുതൽ താടിയിൽ നിന്റെ താഴ്ഭാഗം വരെയും, ഒരു ചെവിയുടെ ചോണ മുതൽ അടുത്ത ചെവിയുടെ ചോണ വരെയും അവരുടെ മുഖവും കൈകാലുകളും പ്രകാശിക്കും സഹബാ. ആ പ്രകാശം കണ്ടിട്ടാണ് ഞാൻ എന്റെ ഉമ്മത്താണെന്ന് തിരിച്ചറിയുന്നത്. നബിയെ, ആ പ്രകാശം എന്ത് പ്രകാശമാണ്? അവിടെ അവര് ഒളുവെടുക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് പെങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഖം കഴുകുമ്പോൾ ഒരൽപ്പം കയറ്റി കഴുകണം, കാലുകൾ കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും പരിധിക്കൽപ്പുറത്ത് അപ്പുറത്തേക്ക് ഒരൽപ്പം കയറ്റി കഴുകണം. എന്തുകൊണ്ട്? ആ നാളെ പരലോകത്ത് പ്രകാശിക്കാനുള്ളതാണ്. ആ പ്രകാശമാണ് നിന്നെ റസൂൽ തിരിച്ചറിയാനുള്ള മാർഗം. അതുകൊണ്ട് ജീവിതത്തിൽ ഒളുവെടുക്കാത്തവനെ എങ്ങനെയാണ് റസൂലുള്ള തിരിച്ചറിയുക? ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വരട്ടെ. അല്ലാഹു തന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലുത് നമ്മൾ ഒളുവെടുക്കുന്നവരാക്കിയതല്ലേ, ഒളു ചെയ്യുന്നവരാക്കിയതല്ലേ. നമ്മുടെ മുഖം നാളെ പ്രകാശിക്കൂലേ? നമ്മുടെ കൈകാലുകൾ നാളെ ലംഘൂലേ? നമ്മുടെ കൈകാലുകളും മുഖവും നാളെ നല്ല പ്രകാശിക്കൂലേ? ആ പ്രകാശമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ റസൂൽ തിരിച്ചറിയാനുള്ള അടയാളം. അതുകൊണ്ട് ഒളുവെടുക്കുക, ഇബാദത്തുകളുമായി മുഴുകുക. ഇനി രണ്ടാമതൊരു അമല് കൂടി ഞാൻ പറയാം. ഇത് ഹദീദിന്റെ 12ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. മുഅ്മിനീങ്ങളുടെ പ്രകാശത്തെ 12ാമത്തെ ആയത്തിലാണ് അല്ലാഹ് പറഞ്ഞത്. മുനാഫിഖീങ്ങൾ നാളെ നമ്മുടെ മുന്നിൽ വന്ന് യാചിക്കുന്നത് 13ാമത്തെ ആയത്താണ്. ഈ അധ്യായത്തിന്റെ 11ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത്, അഥവാ മുഅ്മിനീങ്ങളുടെ പ്രകാശത്തെ പറയുന്നതിന് മുമ്പ് അല്ലാഹ് പറഞ്ഞു വെക്കുന്നത്, അല്ലാഹ്
അള്ളാഹുവിന് ആരാണ് കടം കൊടുക്കാനുള്ളത്? അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അല്ല ചോദിക്കുകയാണ്, ആരൊക്കെ തയ്യാറുണ്ട് പടച്ചോന് കടം കൊടുക്കാൻ? അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നത് എങ്ങനെയാണ്? അവന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യലാണ്. പരമാവധി ധർമ്മം ചെയ്യണേ സഹോദരങ്ങളെ. എന്തിന് ഏത് സമ്പത്ത് നമ്മൾ പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാ? ലക്ഷോപലക്ഷ സമ്പാദ്യമുള്ള ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട 4 മക്കൾ അബുദാബിയിൽ വെച്ച അപകടത്തിൽപ്പെട്ട് 4 മക്കളെയാണ് UAE പ്രിയപ്പെട്ടവരെ അബുദാബിയിലെ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. വീട്ടിലെ വാപ്പയും ഉമ്മയും 5 മക്കളും സന്തോഷമലതല്ലുന്ന കുടുംബം. എത്ര സന്തോഷത്തോടെ അവര് കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നതിൽ വാപ്പയും ഉമ്മയും മകളുമല്ലാത്ത 4 പേരും മരിച്ചിരിക്കുന്നു. 4 പൊന്നുമക്കൾ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് 4 മക്കളുടെ ജനാസ വെക്കുമ്പോ ഏത് വാപ്പാക്ക് സഹിക്കാൻ പറ്റും? ഏത് ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? കഴിയില്ലല്ലോ. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹു ഒരു ചെറിയ രോഗം നമുക്ക് തന്നാൽ, ഒരു ചെറിയ പരീക്ഷണമല്ല തന്നാൽ, ആ പരീക്ഷണത്തിൽ നിന്ന് കരകയറാൻ സമ്പത്ത് മതിയാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണം ഒരു ജീവിതത്തിന്റെ മാനദണ്ഡമല്ല. കാര്യങ്ങൾ നടക്കാൻ അല്ലാഹു പണം വെച്ചു. അതിനപ്പുറത്ത് സമ്പത്ത് എന്ന് പറയുന്നതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ല. അല്ല ചോദിക്കുന്നു, എനിക്ക് കടം തരാൻ ആരുണ്ട്? അല്ല ചോദിക്കാണ്, അല്ലാഹു കൊടുക്കാൻ തൗഫീക്ക് തരട്ടെ. അവന്റെ മാർഗത്തിൽ ചെലവിയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അത് നാളെ പരലോകത്തെ പ്രകാശമായി വരും. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. മുഖത്തും പാർശ്വങ്ങളിലും അടിച്ചു വീശുന്ന പ്രോജ്വല പ്രകാശം. അത് നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ, ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, നമ്മുടെ മദ്രസ 45,000 രൂപ മാസം അതിന് ചെലവ് വരുന്ന വരുമാനം ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വരുമാനം ഉണ്ടോ? കുട്ടികളുടെ ഫീസ് അല്ലെ, വരിസംഖ്യ എല്ലാ മാസവും കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ചോദിക്കാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എത്ര ആയത്തുണ്ട്? 6660 ചെല്ലുവാൻ. നമ്മളൊക്കെ പറയാറുണ്ട് 6666. ശരി, അങ്ങനെ വെക്കാം. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. ഇത് കഴിഞ്ഞ് ശഅബാനുണ്ട്, ഇത് കഴിഞ്ഞ് റമളാനുണ്ട്. റമളാനിന്റെ നല്ല രാവുകൾ, ശവ്വാൽ 10 കഴിയുമ്പോഴേക്ക് മദ്രസയുടെ പ്രവേശനം ആരംഭം തുടങ്ങും. അതിന്റെ പ്രവേശനം തുടങ്ങും. അതിന്റെ ഉള്ളിൽ 2-3 മാസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാം, ഒരായത്തിന് 1 രൂപ കൊടുക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ ഒരായത്തിന് 1 രൂപ കൊടുക്കാൻ ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരാണ് തയ്യാറുള്ളത്? ഒരു 3 മാസത്തെ അവധിക്ക്, ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി. പടച്ചോൻ തന്ന സമ്പത്തിൽ നിന്ന് ഒരു ആയത്തിന് 1 രൂപ എന്നുള്ള നിലയിൽ 6666 രൂപ കൊടുക്കാൻ ഈ സദസ്സിൽ ഒരാളെ കൈമുക്കിക്കേ. അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണ് അവന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനുള്ള ഒരു തൗഫീഖ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആരാ? ഒന്ന് കൈവെക്കും. ബിസ്മില്ലാ. ആരാണ്? 6666 രൂപ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ ആ ഉസ്താദിന് കൊടുക്കുന്ന, അവിടെ ചെലവാകുന്നതിൽ ഒരു വിഹിതം ഇൻഷാ അല്ലാഹ് റമളാൻ കഴിയുന്ന ശവ്വാൽ 15ന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി. ആരാണുള്ളത്? കൈപൊക്കി. സഹോദരിമാരുടെ ഭാഗത്ത് ആരെങ്കിലും ഒന്ന് പോണേ. സംഘാടകരി സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് പോണം. ഖുർആനെ സ്നേഹിച്ചുകൊണ്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കൈപൊക്കി. നിർബന്ധമൊന്നുമില്ല, യാതൊരു നിർബന്ധവും ഇല്ല. തല്ലിപ്പഴിപ്പിച്ച് പിരിവില്ല. നിങ്ങൾക്കല്ല തൗഫീഖ് എന്നില്ല എന്ന് മാത്രമേ കരുതുള്ളൂ. എനിക്കൊരു നാണക്കേടുമില്ല. ആഗ്രഹത്തോടുകൂടി ഞാൻ കൊടുക്കാം. ഒരായത്തിന് 1 രൂപ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആ സ്ഥാപനത്തിന് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളമായി അത് ഖുർആനിന്റെ ഒരു ബറക്കത്ത് എന്റെ ജീവിതത്തിൽ, ഖുർആൻ എന്റെ ഹാദിയാകണം. ജീവിതത്തിൽ ഖബറിൽ എനിക്ക് ഇമാമാകണം, പരലോകത്ത് എനിക്ക് ഷാഫിയാകണം. ഇവിടെ നമുക്ക് ഹാദി, ഖബറിൽ ഇമാം,
നാളെ പരലോകത്ത് ഷാഫി. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. ഷഫീൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. ഈ നാട്ടുകാരനല്ല, അദ്ദേഹം നാടിനടുത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അദ്ദേഹം 6666 രൂപ സംഭാവന കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു അവരെ ഒരു സ്വന്തമായ ഒരു മദ്രസ, ഒരു തൈക്കാവ്, ഒരു പള്ളി, നിസ്കാരപ്പള്ളി നടത്തുന്നവരാണ്. സ്വന്തം കാശെടുത്ത് കൊടുത്തിട്ട് നിസ്കാരപ്പള്ളി നടത്തുന്നവരാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ജാരിയായ സ്വതക്കയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ കാക്കണേ തമ്പുരാനെ. ഒരാപത്തും നീ വരുത്തല്ല റബ്ബേ. അദ്ദേഹത്തിനെയും ഭാര്യ സന്താനങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവേ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളിലും നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഖുർആൻ അദ്ദേഹത്തിന്, കുടുംബത്തിനും, പരമ്പരകൾക്കും ഈ ദുനിയാവിൽ ഹാദിയും ഖബറിൽ ഇമാമും പരലോകത്ത് ഷാഫിയുമാക്കണേ തമ്പുരാനെ. അനുഗ്രഹിക്കണേ അല്ലാഹ്. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് മറുനാട്ടുകാരൻ പൈസ കൊടുത്ത് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നാണക്കേട് നിങ്ങൾക്ക് ആരാളുള്ളത്? ഇതെന്ന് ആരും കൊണ്ടുപോകൂല സഹോദരങ്ങളെ. ഒന്നുമില്ലാതെ ഈ ലോകത്തേക്ക് വന്നു, ഒന്നുമില്ലാതെ തിരിച്ചു പോകും. ഇടയ്ക്ക് വന്ന് കുറെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറി ഇവിടെ ഉപേക്ഷിച്ചു. അതിനപ്പുറത്ത് വേറെ ഒന്നും നമുക്കില്ല. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന നേരത്ത് തന്റെ പ്രിയപ്പെട്ടവരടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില വസിയത്തുകളിൽ ഒരെണ്ണം, എന്റെ കൈ രണ്ടും കഫൻ പുടവയിൽ നിന്ന് പുറത്തേക്കിടണം, എന്നിട്ട് വേണം നിങ്ങൾ മയ്യത്ത് ചുമക്കാൻ. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകരറിയണം. ആരായി അലക്സാണ്ടർ ചക്രവർത്തി? ലോകം മുഴുവനും അടക്കി ഭരിച്ചു, വെട്ടിപ്പിടിച്ച് ഏഡൻസ്, പേർഷ്യൻ, അവസാനം ഇന്ത്യയിൽ വന്നിട്ട് പോകുമ്പോഴാണ് അയാൾക്ക് രോഗം പിടിപെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നും ആരും കൊണ്ടുപോകൂല. അമലുകൾ മാത്രം. 3 വെള്ളത്തുണി, മീറ്ററിന് 60 രൂപ വില വരുന്ന 3 വെള്ളത്തുണി, കുറച്ച് പഞ്ഞി, അതിൽ കുറച്ച് അത്തർ, ഇതല്ലാതെ ഒന്നും നമ്മൾ കൊണ്ടുപോകൂല. പിന്നെ ഉള്ളത് സൽക്കർമ്മങ്ങളാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും തരട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പോയോ? സംഘാടകരാരെങ്കിലും അങ്ങോട്ട് പോയോ? സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടോ? ആരെങ്കിലും ഖുർആന് വേണ്ടി ഒരു 3 മാസത്തെ അവധിക്ക് ഒരു 6666 രൂപ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? പാവങ്ങളായി പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഖുർആന് വേണ്ടി കൊടുക്കും. യാതൊരു വിധത്തിൽ നിർബന്ധിക്കൂല. കാരണം ഇത് അള്ളാഹുവിന്റെ ഖുർആനാണ്. ഇതിന് അള്ളാന്റെ ഖുർആന് കൊടുക്കാൻ അള്ളാഹ് തെരഞ്ഞെടുക്കുന്നവർക്ക് ഭാഗ്യം കിട്ടും. ഖാറൂന് പണമുണ്ട്, ഹാമാന് പണമുണ്ട്, നമ്രൂദിന് പണമുണ്ട്, ഫിർഔന് പണമുണ്ട്. പക്ഷേ ആ പണം ഉണ്ട് എന്ന് പറയുന്നത് അനുഗ്രഹമല്ല. അത് ചെലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാകലാണ് അനുഗ്രഹം അള്ളാഹു തരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നോക്കിയോ മക്കളെ? സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? ഒന്ന് ചോദിക്കും. പുരുഷന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും താല്പര്യമുണ്ടോ കൊടുക്കാൻ? ഒരു ഖുർആന്റെ ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 6666 രൂപ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളി. അള്ളാഹു നമ്മുടെയൊക്കെ സദഖയും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മളുടെ സമയവും നമ്മുടെ സമ്പത്തും ഒക്കെ അള്ളാഹു അവന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും അതനുസരിച്ച് നാളെ പരലോകത്ത് നമുക്ക് സിറാത്ത് എന്ന പാലത്തിൽ പ്രകാശിക്കുന്ന ഈമാനിന്റെ പ്രോജ്വലതയായി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകളും നാളെ പരലോകത്ത് നമുക്ക് അല്ലാഹു പ്രകാശമാക്കി എത്തിച്ചു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ കൂടി പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ട് 6666 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മുഖത്തൊരു ചെറിയ മുഖക്കുരു വന്നാൽ ആ മുഖക്കുരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു ചെറിയ മരുന്ന് വാങ്ങിയിട്ടാൽ അത് മാറുന്നില്ല, അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി അതിന് വേദനയാണ്, അവസാനം അതിന് ടെസ്റ്റിന് വിടുമ്പോൾ ക്യാൻസർ ആണെന്നറിയുന്നു.
ലക്ഷക്കണക്കിന് രൂപ, 10-50 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരുന്നു. ആ ചെലവാക്കിയാൽ 50 ലക്ഷം രൂപ ചെലവ് ചെയ്താലും രോഗം മാറാതെ ആ പാവപ്പെട്ടവൻ മരണത്തിലേക്ക് നടന്നു പോകുന്നു. അവന്റെ സമ്പാദ്യം പോയി, അവന്റെ വീട് പണയപ്പെടുത്തി, അവന്റെ എല്ലാവരും വഴിയാധാരമായി. അവസാനം രോഗം മാറാതെ ഈ ലോകത്ത് നിന്ന് അവന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും അനാഥമാക്കിക്കൊണ്ടവരെ യാത്ര തിരിക്കുന്നു. അല്ലാഹുവേ, ആ ഒരു ദുരവസ്ഥ വരുത്തല്ല തമ്പുരാനെ. ബഹുമാനപ്പെട്ട മാനൂത്തങ്ങൾ ഈ സദസ്സിലേക്ക് വരികയാണ്. ഇനി മഹാനവറുകളുടെ നസീഹത്തും ദുആയുമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഈ സദസ്സിലോട്ട് കയറിയിരിക്കുക. സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് 2 പേരായിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് 3 സഹോദരിമാർ, 2 സഹോദരി, സ്ത്രീകളുടെ 3 സഹോദരിമാർ. നിങ്ങൾ പറഞ്ഞതാ 4 സഹോദരിമാരായി. അൽഹംദുലില്ലാഹ്, 4 സഹോദരിമാരായി. പടച്ചവനെ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഖുർആനെ മനസ്സിലാക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുത്തതുപോലെ അല്ലാഹുവേ, അവരുടെ ഖൽബിലേക്ക് ഈ ചോദ്യം ഇറങ്ങിച്ചെന്ന് അവർക്ക് ചെലവഴിക്കാനുള്ള തൗഫീഖ് നീ കൊടുത്തതുപോലെ അവരുടെ ജീവിതത്തിൽ നീ എപ്പോഴും അത്ഭുതകരമായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ വേദനകളും യാതനകളും നൊമ്പരങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ നീ എല്ലാ ഖൈറും ബറക്കത്തും കൊടുക്കണേ തമ്പുരാനെ. ആരെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? പുരുഷന്മാരുടെ ഭാഗത്തോ സ്ത്രീകളുടെ ഭാഗത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾ വന്നു. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഇനി ദുആയും നസീഹത്തും ദുആയൊക്കെ നടക്കാനുണ്ട്. എല്ലാവരും സഹായിക്കുക, എല്ലാവരും സഹകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതിനിടയിൽ ബക്കറ്റുകൾ അശനുണ്ടാവും. എല്ലാവരും സാമ്പത്തികമായി സഹായം ചെയ്യണം. ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. സർവശക്തനായ പടച്ചതമ്പുരാൻ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സുഹൃതങ്ങളും നാളെ പരലോകത്ത് നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, നാളെ മുഖത്തും പാർശ്വങ്ങളിലും പരന്ന് പ്രകാശിക്കുന്ന ഈമാനിന്റെ പ്രഭയായി അല്ലാഹു നമുക്ക് സിറാത്തിലൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളിതുവരെ സഹായിച്ചതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകണം എന്നറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി ദുആ രക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.